അമ്മേ, ഈ കാറ്റിനെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ഈ പഞ്ചസാരയും തേനുമൊക്കെ കാണാൻ കഴിയുന്നുമുണ്ടല്ലോ. ഓ, അതോ കാറ്റ് പോലെ കാണാൻ പറ്റാത്തതും പഞ്ചസാര പോലെ കാണാൻ പറ്റുന്നതും കട്ടിയുള്ളതും ഒഴുകുന്നതും അങ്ങനെ ഒരുപാട് പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പല രൂപത്തിൽ നമുക്ക് ചുറ്റുമുള്ള അവയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Hello my dears, welcome back. Today we are going to learn a very interesting EVS lesson called Around Us in Different Forms, our 5th chapter. This lesson will help us understand the many wonderful forms of things around us. Dears, please don't forget to subscribe and stay tuned for more uploads. You can also check our playlist for Malayalam, English, Maths and EVS classes of Standard 4. Okay dears, have you ever looked around you and wondered about the things you see every day? The air we breathe, the water we drink, the plants, animals, and even the objects we use, all of them are part of our life. കണ്ടും അറിഞ്ഞുമൊക്കെ നമുക്ക് പരിചിതമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അതൊക്കെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണം പറയുകയാണെങ്കിൽ നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ചെടികൾ, മൃഗങ്ങൾ, അങ്ങനെ ഒട്ടേറെ വസ്തുക്കൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. So my dears, I hope you all feeling fresh, happy and ready to learn something new. Let's begin our lesson Around Us in Different Forms. പല രൂപത്തിൽ നമുക്ക് ചുറ്റും. പേജ് നമ്പർ 87 നോക്കിയ മക്കളെ. അനു ഈസ് ടാലന്റഡ് ഇൻ ഡ്രോയിങ്. നളിൻ ഈസ് റിക്വസ്റ്റിംഗ് ഹെർ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. അനു നന്നായിട്ട് ചിത്രം വരയ്ക്കും. അപ്പോൾ അവളോട് നളിൻ ആവശ്യപ്പെടുകയാണ് കുറച്ച് സാധനങ്ങളുടെ പിക്ചേഴ്സ് വരയ്ക്കാമോ എന്ന്. നളിൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ മക്കളെ. അനു, പ്ലീസ് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് സ്റ്റോൺ, ചോക്ലേറ്റ്, കോക്കനട്ട് ഓയിൽ, ഹണി, ചെയർ ആൻഡ് വാട്ടർ. നളിൻ അനുവിനോട് പറയുകയാണ് സ്റ്റോണിൻ്റെയും കല്ലിൻ്റെയും ചോക്ലേറ്റിൻ്റെയും കോക്കനട്ട് ഓയിലിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഹണി തേനിൻ്റെയും ചെയർ എന്താണ് കസേരയുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ ചിത്രം ഒന്ന് വരയ്ക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. യു ക്യാൻ ഓൾസോ ട്രൈ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദ ഒബ്ജെക്ട്സ് മെൻഷൻഡ് ബൈ നളിൻ. നളിൻ മെൻഷൻ ചെയ്ത പിക്ചേഴ്സൊക്കെ നിങ്ങൾക്കും വരയ്ക്കാം. എമംഗ് ദം നെയിം ദ ഒബ്ജെക്ട്സ് ദാറ്റ് യു വെയർ ഏബിൾ ടു ഡ്രോ കറക്റ്റ്ലി. നളിൻ പറഞ്ഞ ഇത്രയും ഒബ്ജക്ട്സിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് താഴെ മെൻഷൻ ചെയ്യുക. സ്റ്റോൺ, ചോക്ലേറ്റ് ആൻഡ് ചെയർ. സ്റ്റോണും ചോക്ലേറ്റും ചെയറുമാണ് കറക്റ്റായിട്ട് വരയ്ക്കാൻ കഴിയുന്ന ഒബ്ജക്ട്സ്. നെക്സ്റ്റ് പേജിൽ ചോദിച്ചിരിക്കുന്നത് നെയിം ദ ഒബ്ജക്ട്സ് യു ആർ അൺഏബിൾ ടു ഡ്രോ. നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ കഴിയാത്ത ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹണി, വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ. Why were you able to draw the objects in the first set? ഫസ്റ്റ് സെറ്റിൽ തന്നിരിക്കുന്ന ഒബ്ജക്ട്സ് ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അതായത് സ്റ്റോണും ചോക്ലേറ്റും ചെയറും ഒക്കെ എന്തുകൊണ്ടാണ് വരയ്ക്കാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് മക്കളെ? ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അതിന് കൃത്യമായൊരു ആകൃതിയുണ്ട്. അതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ ഈസിയാണ്. There are different types of objects around us. Do all of them appear to be of the same shape? നമുക്ക് ചുറ്റും പലതരത്തിലുള്ള വസ്തുക്കളുണ്ട് അല്ലേ മക്കളെ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ വസ്തുക്കളെല്ലാം ഒരേ ഷേപ്പിലാണോ, അതായത് ആ വസ്തുക്കൾക്കെല്ലാം ഒരേ ആകൃതിയാണോ എന്നാണ്. ആണോ മക്കളെ? അല്ല, നോ. Everything we see and touch in our world belongs to one of three main states: solids, liquids and gases. അതായത് നമ്മുടെ ചുറ്റുപാടും നാം കാണുന്നതും സ്പർശിക്കുന്നതുമായ എല്ലാ വസ്തുക്കളും 3 സ്റ്റേറ്റ്സിലാണ്, 3 അവസ്ഥകളിലാണുള്ളത്. സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഖരം, ദ്രാവകം, വാതകം. ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എബിലിറ്റീസ്. ഓരോ അവസ്ഥകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളും കഴിവുകളും ഉണ്ട്. താഴെ ബോക്സിൽ തന്നിരിക്കുന്നത് കണ്ടോ മക്കളെ? എന്താണ് സോളിഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വായിച്ചു നോക്കാം. ഒബ്ജക്ട്സ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കോൾഡ് സോളിഡ്സ്. കൃത്യമായ ആകൃതിയുള്ള ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉള്ള വസ്തുക്കളെയാണ് സോളിഡ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്, ഖരപദാർത്ഥങ്ങളായി കാണുന്നത്. കൃത്യമായ ഷേപ്പ് ഉള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സോളിഡ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സോളിഡ്സിനുള്ള 2-3 എക്സാമ്പിൾസ് പറഞ്ഞേ മക്കളെ. സ്റ്റോൺ, ടേബിൾ, ചെയർ, ക്ലോത്ത്. ഇനിയും ഒരുപാടുണ്ട്, കണ്ടുപിടിക്കണം കേട്ടോ. നെക്സ്റ്റ് വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് എന്നാൽ ഭാരം അഥവാ മാസ് എന്ന് നമുക്ക് പറയാം. Try to lift a small brick and a large brick. Which brick is more difficult to lift? Why?
ഒരു ചെറിയ ഇഷ്ടികയും വലിയ ഇഷ്ടികയും എടുക്കാനായിട്ട് ശ്രമിക്കുക. ഏത് ഇഷ്ടിക എടുക്കാനാണ് പ്രയാസം അനുഭവപ്പെടുന്നത്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഇഷ്ടിക എടുക്കാനാണ് മക്കളെ പ്രയാസം അനുഭവപ്പെടുന്നത്? വലിയ ഇഷ്ടിക. എന്തുകൊണ്ടാണ്? ദ ലാർജർ വൺ ഈസ് ഹാർഡർ ടു ലിഫ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹെവിയർ. അതിന് ഭാരം കൂടുതലാണ്. വലുതല്ലേ, ഭാരം കൂടുതലാണ്. ഡു ഓൾ ഒബ്ജക്ട്സ് ഹാവ് ദ സെയിം വെയ്റ്റ്? എല്ലാ വസ്തുക്കൾക്കും ഒരേ ഭാരമാണോ ഉള്ളത്? അല്ല, നോ. നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചത് എന്താണ് വെയിറ്റ് എന്നുള്ളതാണ്. എന്താണ് വെയിറ്റ് എന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞേ മക്കളെ. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ആൻ ഒബ്ജക്റ്റ് വിച്ച് വി മെഷർ ആസ് ഇറ്റ്സ് വെയിറ്റ്. അങ്ങനെ നമുക്ക് പറയാം. അതായത് ഒരു വസ്തുവിലുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് ഭാരം അഥവാ മാസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നാം ഭാരമായിട്ട്, വെയിറ്റായിട്ട് അളക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, എ പ്ലേസ് ടു ഒക്യുപ്പൈ. ഇരിക്കാനൊരിടം. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് വാട്ടർ. Tie a stone with a string and slowly immerse it into the water. What is your observation? What might be the reason? ആ ചിത്രത്തിൽ കുട്ടികൾ ചെയ്യുന്നത് കണ്ടില്ലേ മക്കളെ? ഒരു ഗ്ലാസ് ടംബ്ലർ നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കയറിൽ കെട്ടിയ ഒരു കല്ല് സാവധാനം ഇറക്കി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചത്? എന്താകും കാരണമെന്നും ചോദിച്ചിട്ടുണ്ട്. If you immerse stone into a full glass of water, the water overflows. This happens because the stone needs its own space. ഒരു ഫുൾ ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക്, നിറയെ വെള്ളമുള്ള ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളൊരു കല്ലിറക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ഓവർഫ്ലോ ചെയ്യും. വെള്ളം തുളുമ്പി പുറത്തേക്ക് പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ കല്ലിന് സ്ഥിതി ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് വേണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ട്രൈ അഗെയിൻ ബൈ ഇമേഴ്സിങ് എ ലാർജ് സ്റ്റോൺ ഇൻ ടു ദ വാട്ടർ. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ്? അതായത് കുറച്ചുകൂടി വലിയ ഒരു കല്ല് വെള്ളത്തിലേക്ക് ഇറക്കി നോക്കൂ. അപ്പോൾ എന്ത് വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്? അതിന് കാരണം എന്തായിരിക്കും? വാട്ട് മൈറ്റ് ബി ദ റീസൺ? കുറച്ചുകൂടി വലിയ കല്ലിങ്ങനെ ഈ ടംബ്ലറിലേക്ക് ഇറക്കിയാൽ എന്ത് സംഭവിക്കും മക്കളെ? ഇഫ് യു ഇമേഴ്സ് എ ലാർജർ സ്റ്റോൺ മോർ വാട്ടർ വിൽ ഓവർഫ്ലോ. വലിയൊരു കല്ല് ഇറക്കിയാൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകും. എന്തുകൊണ്ടാണ്? വലിയ കല്ലിന് അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ഥിതി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്പേസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകും. താഴെ ബോക്സിൽ തന്നിരിക്കുന്നത് കണ്ടോ മക്കളെ? സോളിഡ്സ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ. ലാർജർ സോളിഡ്സ് റിക്വയർ മോർ സ്പേസ് ടു ഒക്യുപ്പൈ. അതായത് ഖരവസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. കൂടുതൽ വലുപ്പമുള്ള വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ്. ഇപ്പോൾ മക്കൾക്ക് മനസ്സിലായില്ലേ? ചെറിയ കല്ല് വെള്ളത്തിലേക്ക് ഇറക്കിയപ്പോൾ കുറച്ച് വെള്ളം ഓവർഫ്ലോ ചെയ്ത് പുറത്തേക്ക് പോയി. എന്നാൽ വലിയ ഒരു സ്റ്റോൺ വെള്ളത്തിലേക്ക് ഇറക്കിയപ്പോഴോ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോയി. എന്തായിരുന്നു കാരണം? വലുപ്പമുള്ള വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ്. ലാർജർ സോളിഡ്സ് റിക്വയർ മോർ സ്പേസ് ടു ഒക്യുപ്പൈ. ഇത്തരത്തിൽ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ എന്ത് പറയുമെന്നറിയാമോ? വോളിയം അഥവാ വ്യാപ്തമെന്ന് പറയും. വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ആൻ ഒബ്ജക്റ്റ് ടേക്സ് അപ്പ്. നെക്സ്റ്റ് പേജ്. റൈറ്റ് ഡൗൺ ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മെറ്റീരിയൽസ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഖരവസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ EVSൻ്റെ നോട്ട് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? ഫസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട്, ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. കൃത്യമായ ആകൃതിയുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം മക്കളെ? വെയിറ്റ് ഉണ്ടല്ലോ, ഭാരം. സോ ഹാവ് വെയിറ്റ്. വോളിയവും ഉണ്ട്, ഒരു കൃത്യമായ വോളിയം ഉണ്ട്. അപ്പോൾ ഹാവ് ഡെഫിനിറ്റ് വോളിയം എന്നും എഴുതാം. റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ. സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമാണ് സോളിഡ്സ് ആയ വസ്തുക്കൾക്ക്, അതും എഴുതാം. സോ സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഹാവ് വെയിറ്റ്, ഹാവ് ഡെഫിനിറ്റ് വോളിയം ആൻഡ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ. നെക്സ്റ്റ് വൺ ഈസ് ഷേപ്പ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ആകൃതി. യു വെയർ നോട്ട് ഏബിൾ ടു ഡ്രോ ദ പിക്ചർ ഓഫ് വാട്ടർ, റൈറ്റ്? വെള്ളത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മക്കളെ? ഇല്ല, കഴിയില്ല. ഫിൽ വാട്ടർ ഇൻ ദ വെസൽസ് ഹാവിങ് ഡിഫറെൻറ്റ് ഷേപ്സ് ആസ് ഗിവൺ ബിലോ. ചുവടെ കാണിക്കുന്ന ആകൃതിയിലുള്ള പാത്രങ്ങളിൽ വെള്ളം നിറച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പലതരത്തിലുള്ള ആകൃതിയിലുള്ള 4 പാത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ ഈച്ച് ഓഫ് ദ വെസൽസ്. ഓരോ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ ആകൃതി നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആർ ദ ഷേപ്സ് ദ സെയിം? ഒരേ ആകൃതിയാണോ എല്ലാ പാത്രങ്ങളിലെയും വെള്ളത്തിനുള്ളത്? നോ. റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസ് എബൌട്ട് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. വെള്ളത്തിൻ്റെ ആകൃതിയെക്കുറിച്ച് മക്കൾക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം ഒരു നിഗമനമായിട്ട് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
താഴെ കോളത്തിൽ തന്നിരിക്കുന്നത് കണ്ടോ മക്കളെ? വാട്ടറിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ടർ ഡസൻറ്റ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഒക്യുപ്പൈസ്. മനസ്സിലായില്ലേ? വെള്ളത്തിന് നിശ്ചിത ആകൃതിയില്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിൻ്റെ ആകൃതിയാണ് വെള്ളം സ്വീകരിക്കുന്നത്. Okay dears, just imagine water in a bottle. If you pour the water into a glass, it takes the shape of the glass. But notice that the amount of water doesn't change, only its container does. മക്കൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. നിങ്ങളുടെ കയ്യിലൊരു ബോട്ടിലുണ്ട്, ആ ബോട്ടിലിൽ വെള്ളവുമുണ്ട്. നിങ്ങൾ ആ ബോട്ടിലിലെ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്, ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആകൃതി എന്തായിരിക്കും? ഗ്ലാസിൻ്റെ ആകൃതിയായിരിക്കും. ആദ്യം കുപ്പിയുടെ ആകൃതിയായിരുന്നു, ഇപ്പോൾ ഗ്ലാസിൻ്റെ ആകൃതിയാണ്. പക്ഷേ മക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, വാട്ടറിൻ്റെ എമൗണ്ടിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വാട്ടർ അത്രയും തന്നെ ഉണ്ട്. കണ്ടെയ്നർ മാത്രമാണ് മാറിയത്, ഷേപ്പ് മാത്രമാണ് മാറിയത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വെയ്റ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഭാരം. മെഷർ ദ വെയ്റ്റ് ഓഫ് യുവർ വാട്ടർ ബോട്ടിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ഇറ്റ് വിത്ത് വാട്ടർ യൂസിങ് ദ സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. അതായത് മക്കളുടെ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ്, വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പും വെള്ളം നിറച്ചതിന് ശേഷവുമുള്ള വെയിറ്റ്, 2 വെയിറ്റും വേണം. അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് മക്കൾ താഴെയുള്ള ആ ഒരു 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഫില്ല് ചെയ്യണേ. വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ബിഫോർ ഫില്ലിംഗ് വിത്ത് വാട്ടർ. വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് എഴുതണം. നെക്സ്റ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ആഫ്റ്റർ ഫില്ലിംഗ് വിത്ത് വാട്ടർ. വെള്ളം നിറച്ചതിന് ശേഷം നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് എത്രയാണെന്നും എഴുതണേ. നെക്സ്റ്റ് പേജിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 വെയ്റ്റ്സ്. ഈ 2 വെയ്റ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അതായത് വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പും വെള്ളം നിറച്ച ശേഷവുമുള്ള വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എം ഡി ബോട്ടിലായിരുന്നപ്പോഴാണോ അതോ വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോഴാണോ വാട്ടർ ബോട്ടിലിന് വെയിറ്റ് കൂടിയത്? വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോഴല്ലേ. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ വെയ്റ്റ്സ് മോർ ദാൻ ദ എം ഡി ബോട്ടിൽ. സിൻസ് ദ വെയിറ്റ് ഇൻക്രീസസ് ആഫ്റ്റർ ആഡിങ് വാട്ടർ, ദിസ് പ്രൂവ്സ് ദാറ്റ് വാട്ടർ ഹാസ് വെയിറ്റ്. അതായത് വെള്ളം ഒഴിച്ച ശേഷം, വെള്ളം നിറച്ച ശേഷം വെയിറ്റ് കൂടിയിട്ടുണ്ട് വാട്ടർ ബോട്ടിലിന്. അതുകൊണ്ട് ഇതെന്താണ് തെളിയിക്കുന്നത്? വെള്ളത്തിന് വെയിറ്റ് ഉണ്ടെന്നാണ് തെളിയിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ബോക്സിൽ തന്നിട്ടുള്ളത്. വാട്ടർ ഹാസ് വെയിറ്റ്, വെള്ളത്തിന് ഭാരമുണ്ട്. നെക്സ്റ്റ് ദ പവർ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡസ് ഫ്ലോവിങ് വാട്ടർ ഹാവ് പവർ? ഒഴുകുന്ന വെള്ളത്തിന് പവർ ഉണ്ടോ, ശക്തി ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടോ മക്കളെ? യെസ്. മേക്ക് എ വീൽ ബൈ അറ്റാച്ചിങ് 6 ഐസ്ക്രീം സ്പൂൺസ് ടു ദ സർക്കുലർ ലിഡ് ഓഫ് എ ജാർ. വായ്വട്ടമുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പിൽ 6 ഐസ്ക്രീം സ്പൂൺ ഉറപ്പിച്ചിട്ട് ഒരു ചക്രം നിർമ്മിക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ദ വീൽ ഈസ് ടു ബി അറേഞ്ച്ഡ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. പ്ലേസ് ഇറ്റ് ബിലോ ദ വാട്ടർ ഫ്ലോയിങ് ഫ്രം എ പൈപ്പ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ ചക്രം ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ക്രമീകരിക്കണം. പൈപ്പിൽ നിന്നും വീഴുന്ന വെള്ളത്തിന് നേരെ എന്നിട്ട് നമ്മളിത് വയ്ക്കണം. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്താണ് ആ സമയത്ത് കണ്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വീൽസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? വി ക്യാൻ സീ ദ സ്പിന്നിങ് ഓഫ് ദ വാട്ടർ വീൽ വെൻ വാട്ടർ ഈസ് അലൗഡ് ടു ഫോൾ ഓൺ ഇറ്റ്. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഈസ് ഇൻക്രീസ്ഡ്, ദ വാട്ടർ വീൽ വിൽ സ്പിൻ വിത്ത് മോർ സ്പീഡ്. തുറന്നു വിട്ട പൈപ്പിനടിയിലേക്ക് ഈ വാട്ടർ വീല് പിടിക്കുമ്പോൾ ഈ വീൽസൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, കറങ്ങാൻ തുടങ്ങും. ഇനി ഈ പൈപ്പിൻ്റെ സ്പീഡ് കൂട്ടിയാലോ, ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് കൂട്ടിയാൽ എന്ത് പറ്റും? വാട്ടർ വീല് കൂടുതൽ സ്പീഡിൽ കറങ്ങാനായിട്ട് തുടങ്ങും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് മെയ്ഡ് ദ വീൽ ടു റൊട്ടേറ്റ്? ഏത് ശക്തിയാണ് ഈ ചക്രത്തെ കറങ്ങാൻ സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ? ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശക്തിയാണ്. ദ പവർ ഓഫ് ഫ്ലോയിങ് വാട്ടർ മേക്സ് ദ വാട്ടർ വീൽ ടു ടേൺ എറൗണ്ട്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എന്താണ് മക്കളെ മനസ്സിലായത്? താഴെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ, ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് വാട്ടർ എക്സിസ്റ്റ്? ഏത് അവസ്ഥയിലാണ് വെള്ളം കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് അവസ്ഥയിലാണ് മക്കളെ? ദ്രാവക അവസ്ഥയിലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ലിസ്റ്റ് ഔട്ട് അതർ എക്സാമ്പിൾസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഈ അവസ്ഥയിൽ കാണപ്പെടുന്ന മറ്റു വസ്തുക്കളുടെ പേരെഴുതാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയും കെറോസിൻ, മണ്ണെണ്ണയും തന്നിട്ടുണ്ട്.
മറ്റെന്തൊക്കെ നമുക്ക് എഴുതാം? മിൽക്ക് എഴുതാം, ജ്യൂസ് ഉണ്ട്, പിന്നെ ഫ്യൂവൽസ് ആയ പെട്രോൾ, ഡീസൽ അവയൊക്കെ ലിക്വിഡ്സ് ആണ്. അതുമാത്രമല്ല കുക്കിംഗ് ഓയിൽസിൽ കോക്കനട്ട് ഓയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഗ്രൗണ്ട് നട്ട് ഓയിൽ നമുക്ക് എഴുതാം, സൺഫ്ലവർ ഓയിലുണ്ട്, മസ്റ്റാർഡ് ഓയിലുണ്ട്. അതുമാത്രമല്ല മെഡിസിൻസ് ഒക്കെ ഇല്ലേ മക്കളെ, ടോണിക്സ്, മെഡിസിനൽ ഓയിൽസ് അതൊക്കെ ലിക്വിഡ്സ് ആണേ. Objects that flow and having no definite shape are called liquids. Water, oil, etc. are liquids. അതായത് കൃത്യമായ ആകൃതിയില്ലാത്തതും ഒഴുകുന്നതുമായ വസ്തുക്കളാണ് ദ്രാവകങ്ങൾ. വെള്ളം, എണ്ണ തുടങ്ങിയവയൊക്കെ ദ്രാവകങ്ങളാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് നോക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് മാർക്ക് ദ ലിക്വിഡ് ഒബ്ജക്ട്സ് ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ടേബിളിൽ നിന്നും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാർക്ക് ചെയ്യുക. ഏതൊക്കെയുണ്ട് മക്കളെ? മിൽക്ക്, ഓയിൽ, കെറോസിൻ, കോക്കനട്ട് ഓയിൽ, ഹണി, വാട്ടർ ആൻഡ് പെട്രോൾ. നെക്സ്റ്റ് ഒരു വേർഡ് സൺ ആണ് കൊടുത്തിട്ടുള്ളത്, പദസൂര്യൻ. Based on the general properties of liquids, complete the പദസൂര്യൻ. വേർഡ് സൺ. ദ്രാവകങ്ങളുടെ പൊതു സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കി താഴെ തന്നിട്ടുള്ള വേർഡ് സൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിക്വിഡ്, നോ ഡെഫിനിറ്റ് ഷേപ്പ്, കൃത്യമായ ഒരു ആകൃതി ഇല്ലെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റെന്തൊക്കെ പോയിന്റ്സ് എഴുതാം മക്കളെ? ലിക്വിഡ്സ് ക്യാൻ ഫ്ലോ, ദ്രാവകങ്ങൾക്ക് ഒഴുകാനുള്ള കഴിവുണ്ട്, അതെഴുതാം. ഇനി എന്തെഴുതാം? വെയിറ്റ് ഉണ്ടല്ലോ, ലിക്വിഡ്സിന് ഭാരമില്ലേ, അപ്പോൾ അതെഴുതാം. എങ്ങനെ എഴുതാം? ഹാസ് ഡെഫിനിറ്റ് വെയിറ്റ്, കൃത്യമായ ഒരു വെയിറ്റ് ഉണ്ട്, ഭാരം ഉണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് പഠിച്ചില്ലേ, ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ, ശക്തിയുണ്ടല്ലേ വെള്ളത്തിന്, അപ്പോൾ ലിക്വിഡ് ഹാസ് പവർ, അതും നമുക്ക് എഴുതാം. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഒരു പിക്ചർ സ്റ്റോറിയാണ്. ടോയ് ഫാൻ ആൻഡ് വിൻഡ്, കളിപ്പങ്കയും കാറ്റും. റീഡ് ദ പിക്ചർ സ്റ്റോറി. താഴെ തന്നിട്ടുള്ള ചിത്രകഥ വായിക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. വായിച്ചു നോക്കാം. അനു ആൻഡ് ഹെർ ഫാമിലി ആർ റിട്ടേണിംഗ് ഹോം ഇൻ എ ബസ് ആഫ്റ്റർ വാച്ചിങ് എ ഫെസ്റ്റിവൽ. ഹെർ ബ്രദർ ഹാസ് എ ടോയ് ഫാൻ വിച്ച് ദേ ബോട്ട് ഫ്രം ദ ഫെസ്റ്റിവൽ. ദ ടോയ് ഫാൻ ബിഗാൻ ടു റൊട്ടേറ്റ് വെൻ ദ ബസ് സ്റ്റാർട്ടഡ് മൂവിങ്. അതായത് അനുവും കുടുംബവും കൂടി ഉത്സവം കണ്ട് ബസ്സിൽ മടങ്ങുകയായിരുന്നു. അവളുടെ അനുജൻ്റെ കയ്യിൽ ഉത്സവ പറമ്പിൽ നിന്ന് വാങ്ങിയ ഒരു കളിപ്പങ്കയുണ്ടായിരുന്നു, ഒരു കാറ്റാടി. ബസ് ഓടി തുടങ്ങിയപ്പോൾ കളിപ്പങ്ക എന്ത് ചെയ്യാൻ തുടങ്ങി? കറങ്ങാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടി പറയാണ്, ഹായ് സിസ്റ്റർ, ലുക്ക് മൈ ടോയ് ഫാൻ ഈസ് റൊട്ടേറ്റിംഗ്. ഹായ് ചേച്ചി, നോക്ക് എൻ്റെ കളിപ്പങ്ക കറങ്ങുന്നു. When the bus stopped in the next stop, the toy fan ceased rotating. Her brother started to cry. My toy fan is not rotating. I want it to rotate. എന്താ സംഭവിച്ച മക്കളെ? ഇവിടെ അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ കളിപ്പങ്കയുടെ കറക്കവും നിന്നു. അനുജനപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. എൻ്റെ കളിപ്പങ്ക കറങ്ങുന്നില്ല, എനിക്കിത് ഇപ്പോൾ തന്നെ കറങ്ങി കാണണമെന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. When he continued crying, his mother blew into the toy fan. It started to rotate again. അവൻ്റെ കരച്ചിൽ കണ്ട്, അവൻ കരച്ചിൽ ഇങ്ങനെ തുടരുന്നത് കണ്ടിട്ട് അമ്മ എന്ത് ചെയ്തു? ആ കളിപ്പങ്കയിലേക്ക് ഊതി അതിനെ കറക്കി. When the bus started moving, the toy fan started to rotate again. He became very happy. ബസ് ഓടി തുടങ്ങിയപ്പോൾ വീണ്ടും കളിപ്പങ്ക എന്ത് ചെയ്യാൻ തുടങ്ങി? കറങ്ങി തുടങ്ങി. അങ്ങനെ അവന് സന്തോഷമായി, അവൻ ഹാപ്പിയായി. നെക്സ്റ്റ് പേജിൽ ചോദിച്ചിട്ടുള്ളത്, ഹാവിൻ യു ഹാഡ് സച്ച് എക്സ്പീരിയൻസ്? ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് എഴുതുക. യെസ് ഓർ നോ. വൈ ഡിഡ് ദ ടോയ് ഫാൻ സീസ് റൊട്ടേറ്റിംഗ് വെൻ ദ ബസ് സ്റ്റോപ്ഡ്? ബസ് നിർത്തിയ സമയത്ത് കളിപ്പങ്ക് കറങ്ങാതിരുന്നത് എന്തുകൊണ്ടാകാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മക്കളെ? When the bus stopped, no force was acting to keep the fan rotating. ബസ് നിർത്തിയപ്പോൾ അവിടെ ആ ഒരു പമ്പരം കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സും ഇല്ലായിരുന്നു, വിൻഡ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പമ്പരം പതിയെ കറങ്ങിയൊന്ന് നിന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഇൻ വാട്ട് ഓൾ സിറ്റുവേഷൻസ് ഡസ് ദ ടോയ് ഫാൻ റൊട്ടേറ്റ്? അതായത് കളിപ്പങ്ക് കറങ്ങുന്നത് ഏതെല്ലാം സാഹചര്യത്തിലാണ്? വൈൽ റണ്ണിങ് വിത്ത് ദ ടോയ് ഫാൻ, കളിപ്പങ്ക പിടിച്ചിട്ട് നമ്മൾ ഓടുകയാണെങ്കിൽ ഈ ടോയ് ഫാൻ കറങ്ങും. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം മക്കളെ? വൈൽ വി ബ്ലോ എയർ ഓൺ ഇറ്റ്, വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് നിയർ എ മൂവിങ് ഫാൻ, വെൻ റൈഡിങ് ഇൻ എ മൂവിങ് വെഹിക്കിൾ, വെൻ എയർ ബ്ലോസ് നാച്ചുറലി, അതായത് വിൻഡ് കാറ്റടിക്കുമ്പോൾ, വെൻ വി മൂവ് ഇറ്റ് ഫാസ്റ്റ് ത്രൂ എയർ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഈ സിറ്റുവേഷൻസിലൊക്കെ ടോയ് ഫാൻ കറങ്ങും.
നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഇൻ ദ എബോവ് സിറ്റുവേഷൻസ് വാട്ട് ഹെൽപ്പ് ദ ടോയ് ഫാൻ ടു റൊട്ടേറ്റ്. മുകളിൽ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം കളിപ്പങ്കയെ കറങ്ങാൻ സഹായിച്ചത് എന്താണ് മക്കളെ? കാറ്റാണല്ലേ. വിൻഡ്. ഹൗ ഡിഡ് വി നോ ദാറ്റ് ദർ ഈസ് വിൻഡ്. കാറ്റുണ്ടെന്ന് നാം തിരിച്ചറിയുന്നത് എങ്ങനെയെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 പോയിൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, 2 സിറ്റുവേഷൻസ്. ഒന്ന്, ലീവ്സ് ആർ മൂവിങ്. 2, കൈറ്റ് ഈസ് ഫ്ലൈയിങ്. അതായത് ഇലകൾ ചലിക്കുമ്പോൾ നമുക്ക് കാറ്റുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു, പട്ടം പറക്കുമ്പോൾ കാറ്റുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഇനി 2 കൂടി പറഞ്ഞേ. വി ക്യാൻ ഫീൽ എയർ ഓൺ അവർ ഫേസ്. കാറ്റടിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ഫേസിൽ, മുഖത്ത് ഫീൽ ചെയ്യാൻ സാധിക്കും. ലീവ്സ് ആൻഡ് ട്രീസ് മൂവ്. ഇവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റ്, ലീവ്സ് ആർ മൂവിങ് എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്ലോത്ത്സ് ആൻഡ് ഫ്ലാഗ്സ് ഫ്ലട്ടർ എഴുതാം. പേപ്പർ ഫ്ലൈസ്. ദ ടോയ് ഫാൻ റൊട്ടേറ്റ്സ്. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് ജെൻറ്റ്ലി ഫാൻ യുവർ സെൽഫ് വിത്ത് ഇറ്റ്. വാട്ട് ഡു യു എക്സ്പീരിയൻസ്. ഒരു പേപ്പർ എടുത്ത് ഒന്ന് വീശി നോക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? വി ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് എയർ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡിഡ് വി ഡു ടു ജനറേറ്റ് ദ വിൻഡ്. കാറ്റുണ്ടാക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? വി ജെൻറ്റ്ലി ഫാൻ അവർ സെൽഫ്സ് യൂസിങ് എ പേപ്പർ. ഒരു പേപ്പർ ഉപയോഗിച്ച് നമ്മൾ സ്വയം ഒന്ന് വീശി നോക്കി, അല്ലേ? വി മേഡ് ദ എയർ അറൗണ്ട് അസ് മൂവ്. നമുക്ക് ചുറ്റുമുള്ള വായുവിനെ നമ്മൾ അങ്ങനെ ചലിപ്പിച്ചു, റൈറ്റ്? വാട്ട് ഈസ് വിൻഡ്? റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. എന്താണ് കാറ്റ്? എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. ചലിക്കുന്ന വായുവാണ് കാറ്റ്. ഷോൾ വി മേക്ക് എ ടോയ് ഫാൻ. നമുക്കൊരു കളിപ്പങ്ക് നിർമ്മിച്ചാലോ? മെറ്റീരിയൽസ് റിക്വയർഡ്. ആവശ്യമായ സാധനങ്ങൾ: 2 pieces of coconut leaves of 15 cm length, pieces of mid ribs of coconut leaves and scissors. അതായത് 15 സെൻറ്റിമീറ്റർ നീളമുള്ള 2 തെങ്ങോല കഷ്ണങ്ങൾ. പിന്നെ വേണ്ടത് ഈർക്കിലും കത്രികയുമാണ്. നെക്സ്റ്റ് പേജ്. Follow the steps given in the picture to make the toy fan. Try blowing air into it. Now run holding the toy fan in your hand. What happens then? Write down your observation in my environmental science diary. അതായത് ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ഓരോ ഘട്ടങ്ങളും നിരീക്ഷിച്ചിട്ട് മകൾ കളിപ്പങ്ക് നിർമ്മിക്കണം. അതിനുശേഷം അതിലേക്ക് നിങ്ങളൊന്ന് ഊതി നോക്കണം. ഈ ഉണ്ടാക്കിയ കളിപ്പങ്ക് കയ്യിൽ പിടിച്ചിട്ട് ഓടുകയും ചെയ്യണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിച്ചിട്ട് അത് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കളിപ്പങ്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ എന്ത് സംഭവിക്കും? വെൻ റൺസ് വിത്ത് ദ ടോയ് ഫാൻ ഇൻ ദ ഹാൻഡ്, ദ ടോയ് ഫാൻ സ്പിൻസ്. മൂവിങ് എയർ ഈസ് വിൻഡ്. ദ ടോയ് ഫാൻ സ്പിൻസ് ആസ് ദ മൂവിങ് എയർ സ്ട്രൈക്സ് ഓൺ ടോയ് ഫാൻ വിത്ത് ഫോഴ്സ്. നെക്സ്റ്റ്, ഈസ് എയർ ഓൾവേസ് മൂവിങ്. അതായത് വായു എപ്പോഴും ചലിക്കുന്നുണ്ടോ എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഡോണ്ട് വി ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ ഇൻ ദ ക്ലാസ് റൂം ഈസ് റൊട്ടേറ്റിംഗ്. ക്ലാസ്സിൽ ഫാൻ കറങ്ങുമ്പോൾ വായുവിൻ്റെ ചലനം നമുക്ക് അനുഭവപ്പെടുന്നില്ലേ? സ്റ്റോപ്പ് ദ ഫാൻ ആൻഡ് ഒബ്സർവ്. ഫാൻ ഒന്ന് നിർത്തിയിട്ട് വായു ചലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ് ദ എയർ സ്റ്റിൽ മൂവിങ്. അപ്പോഴും വായു ചലിക്കുന്നുണ്ടോ? വാട്ട് ഹാപ്പൻ ടു ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ വാസ് സ്റ്റോപ്ഡ്. ഫാൻ നിർത്തിയപ്പോൾ വായുവിൻ്റെ ചലനത്തിന് എന്താണ് സംഭവിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ എയർ ഈസ് സ്റ്റിൽ മൂവിങ് ബട്ട് ഓൺലി സ്ലോലി. ഫാൻ നിർത്തിയപ്പോഴും വായു ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, പക്ഷേ വളരെ പതുക്കെയാണെന്ന് മാത്രം. ഒബ്സർവ് ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള ചിത്രം ഒന്ന് നിരീക്ഷിക്കുക. ഹായ്, നൈസ് ഫ്രാഗ്രൻസ്. നല്ല മണമുണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത്. ജനലിലൊരു കുപ്പിയിൽ എന്താണ് ഇരിക്കുന്നത്? ബോട്ടിലിൽ ലെമൺ ഗ്രാസ് ഓയിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ മണമാണ് ആ കുട്ടി വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പേജ്. ഹൗ ഡിഡ് ദ ഫ്രാഗ്രൻസ് റീച്ച് ദ ചൈൽഡ്സ് നോസ്. മണം എങ്ങനെയാണ് കുട്ടിയുടെ മൂക്കിൽ എത്തിയത്? എങ്ങനെയാണ്? ദി ഫ്രാഗ്രൻസ് ട്രാവൽ ത്രൂ ദ എയർ ആൻഡ് റീച്ച് ദ ചൈൽഡ്സ് നോസ്. വായുവിൽ കൂടി സഞ്ചരിച്ചാണ്, ട്രാവൽ ചെയ്താണ് ഈ ഫ്രാഗ്രൻസ് കുട്ടിയുടെ മൂക്കിൽ എത്തിയത്. Light an incense stick and place it on the table, or place some jasmine flowers or a piece of cotton soaked in lemongrass oil in a corner of the classroom and observe. What do you experience? How did the fragrance spread all through the classroom?
മേശപ്പുറത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുക. അതുമല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഒരു മൂലയിൽ ഏതാനും മുല്ലപ്പൂക്കളോ പുൽത്തൈലത്തിൽ മുക്കിയ ഒരു കഷ്ണം പഞ്ഞിയോ വെച്ച് നോക്കുക. എന്താണ് അനുഭവപ്പെടുന്നത്? ഇവയുടെ മണം ക്ലാസ് മുഴുവൻ വ്യാപിച്ചത് എങ്ങനെയായിരിക്കുമെന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ദി ഫ്രാഗ്രൻസ് ഓഫ് ദ സബ്സ്റ്റൻസസ് ആർ ഡിഫ്യൂസ്ഡ് ഇൻ ദ എയർ ആൻഡ് റീച്ചസ് അവർ നോസ്. ദെൻ വി ഫീൽ ദെയർ ഫ്രാഗ്രൻസ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് കണ്ടോ മക്കളെ? കുഡ് യു എക്സ്പീരിയൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ദിസ് ടൈം? ഈ സമയത്ത് വായുവിൻ്റെ ചലനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോ, സാധിച്ചോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞു. യെസ്, വി ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ജെൻറ്റിൽ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ അറ്റ് ദിസ് ടൈം. ഷാൽ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഡിറ്റക്ട് ദ ജെൻറ്റിൽ മൂവ്മെൻറ്റ് ഓഫ് എയർ? വായുവിൻ്റെ ചെറിയ ചലനം പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റീരിയൽസ് റിക്വയർഡ്: പേപ്പർ, സിസേഴ്സ് ആൻഡ് ത്രെഡ്. ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? പേപ്പർ വേണം, കത്രിക വേണം, ത്രെഡ്, നൂൽ വേണം. എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. Take a thin and narrow paper and cut a piece of about 15 cm length from it. Roll this paper around a pencil. Tie a thread to one end of the paper as shown in the picture. Hang it in a fixed spot in the classroom and observe. Write down your observation. എന്തൊക്കെയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ ചെയ്യേണ്ടത്? കനം കുറഞ്ഞതും വീതി കുറഞ്ഞതുമായ ഒരു പേപ്പർ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കണം. ആ പേപ്പർ കഷ്ണം പെൻസിലിൽ ചുരുട്ടിയെടുക്കണം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പേപ്പറിൻ്റെ ഒരറ്റത്ത് നൂല് കെട്ടണം. ക്ലാസ്സിൽ ഒരിടത്ത് തൂക്കിയിട്ടിട്ട് നമ്മളത് നിരീക്ഷിക്കണം. നിരീക്ഷിക്കുന്ന കാര്യം രേഖപ്പെടുത്തി വെക്കുകയും വേണം. ഇൻസ്റ്റെഡ് ഓഫ് ദ തിൻ പേപ്പർ യൂസ് എ തിക്ക് കാർഡ്ബോർഡ് പീസ് ആൻഡ് ഹാങ് ഇറ്റ്. വാട്ട് ഡിഡ് യു ഒബ്സർവ്? കനം കുറഞ്ഞ പേപ്പറിന് പകരം കനം കൂടിയ ഒരു കാർഡ്ബോർഡ് കഷ്ണം കൂടി കെട്ടിത്തൂക്കി നോക്കണം. എന്താണ് നിരീക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് എഴുതുകയും വേണം. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണപ്പെട്ടത്? അപ്പോൾ റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ എന്നുള്ളിടത്ത് എന്തെഴുതാം? എന്താണ് മക്കൾ നിരീക്ഷിച്ച കാര്യം? ദ ടൈഡ് ആൻഡ് ഹാങ്ഡ് പേപ്പർ മൂവിങ് ജെൻ്റ്ലി. നമ്മൾ ഹാങ് ചെയ്തിട്ട പേപ്പർ വളരെ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റെഡ് ഓഫ് ദ തിൻ പേപ്പർ യൂസ് എ തിക്ക് കാർഡ്ബോർഡ് പീസ് ആൻഡ് ഹാങ് ഇറ്റ്. വാട്ട് ഡിഡ് യു ഒബ്സർവ് ആൻഡ് വൈ? അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാം. ദ തിക്ക് കാർഡ്ബോർഡ് പീസ് ഡസൻറ്റ് മൂവ് ആസ് ഫാസ്റ്റ് ആസ് ദ തിൻ പീസ്. കട്ടി കുറഞ്ഞ പേപ്പർ പീസാണ് ഏറ്റവും നന്നായിട്ട് വേഗത്തിൽ മൂവ് ചെയ്തത്. അത്രയ്ക്ക് സ്പീഡിൽ കട്ടി കൂടിയ കാർഡ്ബോർഡ് ഷീറ്റ് മൂവ് ചെയ്തില്ല. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? എയർ ഈസ് ഓൾവേസ് ഇൻ മൂവ്മെൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. വി എക്സ്പീരിയൻസ് ഇറ്റ് ഓൺലി വെൻ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഈസ് സ്ട്രോങ്. അതാണ് അതിൻ്റെ റീസൺ. താഴെ ബോക്സിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പേജ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി മേക്ക് യൂസ് ഓഫ് എയർ? അതായത് വായുവിനെ എങ്ങനെയെല്ലാമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ടു ബ്രീത്ത് ആൻഡ് ടു ഫിൽ എയർ ഇൻ ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾ. ശ്വസിക്കാൻ നമുക്ക് വായു വേണ്ടേ മക്കളെ? അതിവിടെ തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് വാഹനങ്ങളുടെയൊക്കെ ടയറുകളിൽ കാറ്റു നിറയ്ക്കാനും നമ്മൾ വായുവാണ് യൂസ് ചെയ്യുന്നത്. മറ്റെന്തൊക്കെ യൂസസ് നമുക്ക് എഴുതാം മക്കളെ? ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് എഴുതാം, ഫ്ലൈയിങ് ഓഫ് ബേർഡ്സ്, കൈറ്റ്സ് ആൻഡ് എയ്റോപ്ലെയിൻസ്, റണ്ണിംഗ് ഓഫ് വിൻഡ് മിൽസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, സെയിലിംഗ് ഓഫ് ബോട്ട്സ് ആൻഡ് ഷിപ്സ്, ഇൻഫ്ലേറ്റിംഗ് ടയേഴ്സ്, ട്യൂബ്സ് ആൻഡ് ബലൂൺസ്, ഡ്രൈയിങ് ക്ലോത്ത്സ് ആൻഡ് ഗ്രെയിൻസ് എഴുതാം, ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് ആൻഡ് പോളിനേഷൻ, പ്രൊഡ്യൂസിങ് സൗണ്ട്, അതായത് സ്പീച്ച്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനൊക്കെ യൂസ്ഫുൾ ആണ്, കൂളിംഗ് ആൻഡ് വെന്റിലേഷൻ, ഫാൻസ് ആൻഡ് എയർ സർക്കുലേഷൻ. നെക്സ്റ്റ് ടോപ്പിക്, വായുവിലും ജലം പ്രസൻ്റ് ആണോ എന്നുള്ളതാണ്. ഈസ് വാട്ടർ പ്രസൻറ്റ് ഇൻ എയർ ടു? വായുവിലും ജലമോ? വൺ ഡേ മീനു ആൻഡ് ഹെർ യങ്ങർ ബ്രദർ വെയർ ഗോയിങ് ഫോർ എ പിക്നിക് വിത്ത് ദെയർ ഫാമിലി. ഓൺ ദ വേ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഹെവിലി. Note the questions that Meenu asked the driver on noticing water droplets inside the glass pane of the bus. അതായത് ഒരു ദിവസം മീനുവും അവളുടെ അനുജനും കൂടി കുടുംബത്തോടൊപ്പം ഒരു വിനോദയാത്ര പോകുകയായിരുന്നു, ഒരു ടൂറ് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ശക്തമായ മഴ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? ബസ്സിനുള്ളിലെ ഗ്ലാസ് ഭാഗത്ത് വെള്ളത്തുള്ളികളൊക്കെ കണ്ട മീനു ഡ്രൈവറോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് നോക്കാം. ഈസ് ദെയർ വാട്ടർ ഇൻ എയർ ടു? മീനുവിൻ്റെ ബ്രദർ അടുത്തിരുന്ന് ചിന്തിക്കുകയാണ്, വായുവിലും ജലമുണ്ടോ?
From where did these water droplets on the glass appear? Is the glass broken? മീനു ചോദിച്ചത് കേട്ടോ മകളെ, ഗ്ലാസ്സിൽ ഈ വെള്ളത്തുള്ളികൾ എവിടെ നിന്ന് വന്നു? ഗ്ലാസ്സിന് പൊട്ടലുണ്ടോ? അപ്പോൾ ഡ്രൈവർ എന്താണ് പറഞ്ഞത്? There is no crack in the glass. The water is from the moisture present inside the bus. ഗ്ലാസ്സിന് പൊട്ടലൊന്നുമില്ല, ബസ്സിനുള്ളിലെ വായുവിലെ ജലമാണിത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ക്ലാരിഫൈ മിലൻസ് ഡൗട്ട്. മിലൻ്റെ സംശയം പരിഹരിക്കാനായിട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? മെറ്റീരിയൽസ് റിക്വയർഡ്: എ ഗ്ലാസ് ടംബ്ലർ, ഐസ് ക്യൂബ്സ്. ആവശ്യമായ സാധനങ്ങൾ ഒരു ഗ്ലാസ് ടംബ്ലറും ഐസ് കഷ്ണങ്ങളുമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? പുട്ട് എ ഫ്യൂ ഐസ് ക്യൂബ്സ് ഇൻ എ ഗ്ലാസ് ടംബ്ലർ. ഗ്ലാസ് ടംബ്ലറിലേക്ക് കുറച്ച് ഐസ് പീസസ്, ഐസ് കഷ്ണങ്ങൾ ഇടുക. ഒബ്സർവ് ദ ഔട്ടർ സർഫേസ് ഓഫ് ദ ഗ്ലാസ്. വാട്ട് ചേഞ്ചസ് ക്യാൻ യു ഒബ്സർവ്? ഗ്ലാസിൻ്റെ പുറം ഭാഗം നിരീക്ഷിക്കുക. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്? ഐസ് ചേഞ്ചസ് ടു വാട്ടർ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അപ്പിയർഡ് ഔട്ട്സൈഡ് ദ ഗ്ലാസ് ടംബ്ലർ. നെക്സ്റ്റ് പേജ്. ഫ്രം വെയർ ഡിഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അപ്പിയർ? വെള്ളത്തുള്ളികൾ എവിടെ നിന്നാകും വന്നത്? These water droplets formed from the moisture present in the air. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വിച്ച് കമ്പോണൻറ്റ് ഓഫ് എയർ ബിക്കെയിം വാട്ടർ ഡ്രോപ്ലെറ്റ്? അതായത് വായുവിലെ ഏതു ഘടകമാണ് വെള്ളത്തുള്ളിയായി മാറിയതെന്നാണ്. ദ വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ എയർ ഗെറ്റ്സ് കണ്ടൻസ്ഡ് ആൻഡ് കോസിങ് ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അത് തന്നെയാണ് ഇവിടെ ബോക്സിൽ തന്നിട്ടുള്ളത്. എയർ കണ്ടെയ്ൻസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. വായുവിൽ ജലകണികകൾ അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വായുവിന് സ്ഥലം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഡസ് എയർ റിക്വയർ സ്പേസ്? വായുവിന് സ്ഥലം ആവശ്യമുണ്ടോ? വി ആർ നോട്ട് ഏബിൾ ടു സീ എയർ. ഈഫ് സോ ഡസ് എയർ റിക്വയർ സ്പേസ് ടു ഓക്കുപ്പൈ? വായുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ എന്നാണ് ഈ കുട്ടി ചിന്തിക്കുന്നത്. ടു ക്ലിയർ വിധുസ് ഡൗട്ട് ക്യാൻ വി ഡു ആൻ എക്സ്പെരിമെൻറ്റ്? വിധുവിൻ്റെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? പരീക്ഷണത്തിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്: ബീക്കർ, വാട്ടർ, എ സ്മോൾ പ്ലാസ്റ്റിക് ബോൾ, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ടംബ്ലർ. ബീക്കർ വേണം, വെള്ളം വേണം, ചെറിയ ഒരു പ്ലാസ്റ്റിക് ബോൾ, പന്ത് വേണം, പ്ലാസ്റ്റിക് ടംബ്ലറും വേണം. ഇനി നമുക്ക് പ്രൊസീജിയർ ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന്. Fill the beaker up to 3/4 with water. Place the plastic bowl on top of the water. Keep the plastic tumbler invertedly and firmly on top of the bowl. Observe the position of the bowl. എന്തൊക്കെയാണ് ചെയ്തത്? ബീക്കറിൽ 1/4 ഭാഗത്തോളം വെള്ളം നിറച്ചു. വെള്ളത്തിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് പന്ത് വെക്കണം. എന്നിട്ട് പന്തിന് മുകളിൽ ടംബ്ലർ കമഴ്ത്തി അമർത്തി പിടിക്കണം. പന്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നിരീക്ഷിക്കണം. മക്കളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടില്ലേ? ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ബോൾ നമ്മൾ ആ ബീക്കറിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കുകയാണല്ലേ. വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ബോൾ വെച്ചു. അതിനുശേഷം ഈ പന്തിന് മുകളിൽ നമ്മളൊരു ടംബ്ലർ കമഴ്ത്തിയിട്ട് അമർത്തി പിടിച്ചിരിക്കുന്നതാണ് മൂന്നാമത്തെ പിക്ചറിൽ തന്നിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചറിൽ ബോൾ ആ ബീക്കറിലേക്ക് നമ്മൾ വെക്കുകയാണ്. സെക്കൻഡ് പിക്ചറിൽ ബോൾ മുകളിൽ തന്നെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുകയാണ് അല്ലേ. ഉപരിതലത്തിലാണ് ബോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തേർഡ് പിക്ചറിലാണ് നമ്മൾ ഒരു ടംബ്ലർ ഉപയോഗിച്ച് ഈ ബോൾ അമർത്തി താഴേക്ക് പിടിക്കുമ്പോൾ പന്ത് എങ്ങോട്ട് പോയി? താഴ്ഭാഗത്തേക്ക് തള്ളി നീക്കപ്പെട്ടതാണ് തേർഡ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വാട്ട് ഫോഴ്സ്ഡ് ദ ബോൾ ടു മൂവ് ടു ദ ബോട്ടം ഓഫ് ദ ബീക്കർ? പന്തിനെ ബീക്കറിൻ്റെ താഴ്ഭാഗത്തേക്ക് തള്ളി നീക്കിയത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? എയർ ഇൻസൈഡ് ദ ടംബ്ലർ. ഈ ടംബ്ലറിൻ്റെ ഉൾഭാഗത്തുള്ള വായുവാണ് പന്തിനെ ബീക്കറിൻ്റെ താഴ്ഭാഗത്തേക്ക് തള്ളി നീക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ക്യാൻ വി ഡു ടു ബ്രിങ് ദ ബോൾ ബാക്ക് ടു ഇറ്റ്സ് ഇനിഷ്യൽ പൊസിഷൻ എന്നാണ്. അതായത് പന്തിനെ ആദ്യത്തെ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കിനി എന്ത് ചെയ്യാം? ലിഫ്റ്റ് ദ ടംബ്ലർ ഔട്ട് ഓഫ് ദ വാട്ടർ. വെള്ളത്തിൽ നിന്നും ഈ ടംബ്ലർ പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ പഴയതുപോലെ തന്നെ ബോൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് എത്തപ്പെടും. റൈറ്റ് ഡൗൺ യുവർ അസംഷൻ ആൻഡ് ഇറ്റ്സ് റീസൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ഊഹിക്കുന്നത് അത് എഴുതണം, അതിൻ്റെ കാരണവും കൂടി എഴുതണം. നെക്സ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത് റിപ്പീറ്റ് ദ സെയിം എക്സ്പെരിമെൻറ്റ് യൂസിങ് എ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ടംബ്ലർ ദാറ്റ് ഹാസ് എ ഹോൾ അറ്റ് ഇറ്റ്സ് ബോട്ടം. വാട്ട് ഡിഡ് യു ഒബ്സർവ്? അടിഭാഗത്ത് ദ്വാരമിട്ട ഹോളിട്ട ഒരു പ്ലാസ്റ്റിക് ടംബ്ലർ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിച്ച് നോക്കുക, റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചത്? എയർ ബബിൾസ് റിലീസ് ഔട്ട് ഫ്രം ദ ടംബ്ലർ.
ഇനി ചോദിച്ചിരിക്കുന്നത് വൈ ഡസ് ദ ബോൾ മൂവ് ടു ദ ബോട്ടം ഓഫ് ദ ടംബ്ലർ ഇൻ ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. അതായത് ഒന്നാമത്തെ പരീക്ഷണത്തിൽ പന്ത് ടംബ്ലറിൻ്റെ താഴ്ഭാഗത്തും രണ്ടാമത്തെ പരീക്ഷണത്തിൽ പന്ത് മുകളിലേക്ക് നീങ്ങിയും കാണാൻ എന്തായിരിക്കും കാരണമെന്നാണ്. എന്താണ് കാരണം? ഇൻ ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ദ എയർ ഇൻ ദ ടംബ്ലർ പുഷസ് ദ ബോൾ ഡൗൺ. വൈ ഡസ് ഇറ്റ് മൂവ് അപ്വാർഡ്സ് ഇൻ ദ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തെ പരീക്ഷണത്തിൽ ബോള് മുകളിലേക്ക് വരാൻ കാരണമെന്താണ്? ബിക്കോസ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് എയർ ബബിൾസ് റൈസ് അപ്പ് ത്രൂ ദ ഹോൾ ഇൻ ദ ടംബ്ലർ. വാട്ട് ഡിഡ് വി ഡു ഡിഫറൻ്റ്ലി ഇൻ ദ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ വരുത്തിയ മാറ്റം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മേഡ് എ ഹോൾ ഓൺ ദ ബോട്ടം ഓഫ് ദ ടംബ്ലർ. ആ ടംബ്ലറിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി. വെൻ വി ഡിഡ് സോ വാട്ട് മൂവ്ഡ് ഔട്ട് ഫ്രം ദ പ്ലാസ്റ്റിക് ടംബ്ലർ. അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് ടംബ്ലറിൽ നിന്നും എന്താണ് പുറത്തേക്ക് പോയത്? എയർ ആയിരുന്നു പുറത്തേക്ക് പോയത്, ബബിൾസിൻ്റെ ഫോമിലായിരുന്നു. സോ വി ക്യാൻ റൈറ്റ് എയർ മൂവ്ഡ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് ബബിൾസ്. ആഫ്റ്റർ ഡൂയിങ് ദ എക്സ്പെരിമെൻറ്റ് റൈറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അതായത് നിങ്ങൾ പരീക്ഷണമൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിഗമനം, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് കൺക്ലൂഷനിലാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്? വായുവിന് സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമുണ്ട് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് എയർ റിക്വയർസ് സ്പേസ് ടു ഓക്യുപ്പൈ. ലെറ്റ് സീ ഹൗ ദിസ് എക്സ്പെരിമെൻറ്റ് വാസ് ഡൺ ഇൻ എ ഡിഫറെൻറ്റ് വേ ഇൻ അനൂസ് ക്ലാസ്. അനുവിൻ്റെ ക്ലാസ്സിൽ മറ്റൊരു രീതിയിൽ ഈ പരീക്ഷണം ചെയ്തതൊന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റോൾ എ പേപ്പർ ആൻഡ് പ്ലേസ് ഇറ്റ് ഹാഫ് വേ ഇൻസൈഡ് എ ഗ്ലാസ്. പ്രസ് ദിസ് ഗ്ലാസ് ഇൻവേർട്ടഡ്ലി ഇൻ ടു എ ബക്കറ്റ് ഓഫ് വാട്ടർ. ഓ മൈ പേപ്പർ ഈസ് വെറ്റ്. മൈ പേപ്പർ ഈസ് നോട്ട് അറ്റ് ഓൾ വെറ്റ്. അതായത് ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗം വരെ ഉള്ളിൽ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് ഗ്ലാസ് കമഴ്ത്തി പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്താനാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞിരിക്കുന്നത് കണ്ടോ, അയ്യോ എൻ്റെ പേപ്പർ നനഞ്ഞു. അടുത്ത ആൾ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ പേപ്പർ ഒട്ടും നനഞ്ഞിട്ടില്ല. ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഡസ് എയർ റിക്വയർ സ്പേസ് ഇത് തെളിയിക്കാനാണ്. അതായത് ഒരിടത്ത് വായു പ്രസന്റ് ആയിരിക്കണമെങ്കിൽ അതിനൊരു സ്പേസ് വേണമോ വേണ്ടയോ എന്ന് നമുക്ക് നോക്കാം. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. 2 ഗ്ലാസ്, 2 ചുരുട്ടിയ പേപ്പർ, ഒരു ബക്കറ്റിൻ്റെ പകുതി വെള്ളം. ആദ്യം ഈ 2 ഗ്ലാസ്സിലും പേപ്പർ നന്നായി താഴ്ത്തി വെക്കണം. ഇതേപോലെ. ഈ ഗ്ലാസ് അല്പം ചരിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്താം. അയ്യോ എൻ്റെ പേപ്പർ നനഞ്ഞല്ലോ. ഓക്കെ, ഈ ഗ്ലാസ് കുത്തനെ വെള്ളത്തിലേക്ക് താഴ്ത്താം. കണ്ടോ, പേപ്പർ ഒട്ടും നനഞ്ഞിട്ടില്ല. ചരിച്ചു വെച്ച ഈ ഗ്ലാസ്സിലെ പേപ്പർ നനയാൻ എന്തായിരിക്കും കാരണം കൂട്ടുകാരെ? ഗ്ലാസ് ചരിച്ച് വെള്ളത്തിലേക്ക് ഇറക്കിയപ്പോൾ എയർ ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുകയും വെള്ളം ഗ്ലാസ്സിലേക്ക് കയറി പേപ്പർ നനയുകയും ചെയ്തു. ഗ്ലാസ് കുത്തനെ വെള്ളത്തിലേക്ക് ഇറക്കിയപ്പോൾ ഈ ഗ്ലാസിൻ്റെ മേജർ പോർഷനിലും പേപ്പറാണല്ലോ. ബാക്കി ഭാഗത്ത് വായുവും, അതാണ് വെള്ളം കയറാഞ്ഞതും പേപ്പർ നനയാത്തതും. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി ഫ്രണ്ട്സ്? From this experiment, we can understand that air requires space to occupy. നെക്സ്റ്റ് പേജിൽ ചോദിച്ചിരിക്കുന്നത് കണ്ടോ മക്കളെ? വൈ ഡിഡ് അനൂസ് പേപ്പർ ഗെറ്റ് വെറ്റ് ആൻഡ് മിലീസ് പേപ്പർ നോട്ട് ഗെറ്റ് വെറ്റ്. അനുവിൻ്റെ പേപ്പർ നനയാനും മിലിയുടെ പേപ്പർ നനയാതിരിക്കാനും കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? മോർ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ഇമ്മേഴ്സ് മിലീസ് ഗ്ലാസ് ടംബ്ലർ ഇൻ ടു ദ വാട്ടർ. ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ entered the glass. This is because there are paper in the major part and air in the remaining part. So, there is only a small space for the water to enter. But when Anu immersed glass tumbler, air bubbles escape and water enters the glass tumbler. The paper in Millie's glass tumbler get slightly wet, but the paper in the Anu's glass tumbler get wetted more. From this we can understand that air needs space to occupy. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേപ്പ് ഓഫ് എയർ ആണ്, വായുവിൻ്റെ ആകൃതി. വായിച്ചു നോക്കാം. ഹാവിൻ യു സീൻ ബലൂൺസ് ഫിൽഡ് വിത്ത് എയർ യൂസ്ഡ് ആസ് ഡെക്കറേഷൻസ് ഫോർ ബർത്ത്ഡേ സെലിബ്രേഷൻസ്? വെൻ ഫിൽഡ് വിത്ത് എയർ
What happens to the shape of balloons? Is the shape of air the same in each alphabet? Does air have definite shape? Write down your observation in My Environmental Science Diary. പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ബലൂണുകളിൽ വായു നിറച്ച് അലങ്കരിച്ചിരിക്കുന്നത് മക്കൾ കണ്ടിട്ടില്ലേ? വായു നിറച്ചപ്പോൾ ബലൂണിൻ്റെ ആകൃതിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓരോ അക്ഷരത്തിലെയും വായുവിൻ്റെ ആകൃതി ഒരുപോലെയാണോ? വായുവിന് നിശ്ചിത ആകൃതി ഉണ്ടോ? ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തൽ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ബലൂൺസ് തന്നെ നോക്കിയേ മക്കളെ. ഹാപ്പി ബർത്ത്ഡേ, ഇത്രയും ലെറ്റേഴ്സ് എല്ലാം ഒരേ ആകൃതിയാണോ? അല്ല. എച്ച് ഒരാകൃതിയാണ്, എ വേറെ ആകൃതിയാണ്, പി ഡിഫറെൻ്റ് ആകൃതിയാണ്, അങ്ങനെ എല്ലാ ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആകൃതിയാണ് അല്ലേ? ചോദിച്ചിരിക്കുന്നത് ഡസ് എയർ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് എന്നാണ്. വായുവിനൊരു നിശ്ചിത ആകൃതി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ? ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. വെൻ എയർ ഈസ് ബ്ലോൺ ഇൻ ടു ദ ബലൂൺസ് ദേ ഇൻഫ്ലേറ്റ്. എപ്പോഴാണോ നമ്മൾ ബലൂണിലേക്ക് എയർ കടത്തിവിടുന്നത്, എയർ ഊതി വീർപ്പിക്കുന്നത്, ആ സമയത്ത് ബലൂൺ വീർക്കും അല്ലേ? എയർ ഈസ് ഫിൽഡ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ബലൂൺസ്. ആ ബലൂണിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിലാണ് എയർ അതിനുള്ളിൽ ഫില്ലാവുന്നത്. എ ആണെങ്കിൽ എയുടെ ഷേപ്പിൽ, എച്ച് ആണെങ്കിൽ എച്ചിൻ്റെ ഷേപ്പിൽ, ആർ ആണെങ്കിൽ ആറിൻ്റെ ഷേപ്പിൽ, അങ്ങനെ. ഓക്കെ. വെൻ എയർ ഈസ് റിലീസ്ഡ് ദ ബലൂൺസ് കം ടു ദ ഒറിജിനൽ ഷേപ്പ്. എന്നാൽ എയർ പുറന്തള്ളപ്പെട്ടാലോ എന്ത് സംഭവിക്കും? ബലൂൺസ് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരികെ വരും. ദിസ് ഷോസ് ദാറ്റ് എയർ ഡസൻറ്റ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? എയറിന് ഒരു പ്രത്യേക ആകൃതി ഇല്ല, വായുവിനൊരു നിശ്ചിതമായ ആകൃതി ഇല്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വായുവിന് ഭാരമുണ്ടോ എന്നാണ്. ഡസ് എയർ ഹാവ് വെയിറ്റ്? ഇവിടെ രണ്ട് കുട്ടികൾ എന്തോ പറയുന്നുണ്ട്, നോക്കാം. There is air around us. It does not have any weight. ആ ബോയ് പറയുകയാണ് നമുക്ക് ചുറ്റും വായുവുണ്ട്, വായുവിന് ഭാരം ഇല്ല. ആ പെൺകുട്ടി എന്താണ് പറയുന്നത്? എയർ ഹാസ് വെയിറ്റ്. വായുവിന് ഭാരമുണ്ട്. ലിസൺ ടു ദ ഡയലോഗ്സ് ഇൻ ദ പിക്ചർ. ടു ഹൂസ് ഒപ്പീനിയൻ ഡു യു എഗ്രി? ഇവരിൽ രണ്ടുപേരിൽ ആരുടെ അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഹൗ ക്യാൻ വി പ്രൂവ് ദാറ്റ് എയർ ഹാസ് വെയിറ്റ്? ഷാൽ വി ഡു ആൻ എക്സ്പെരിമെൻറ്റ്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ EVSൻ്റെ പുസ്തകത്തിൽ എഴുതുക. വായുവിന് ഭാരമുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം, അതിനൊരു പരീക്ഷണം ചെയ്താലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പേജിൽ മെറ്റീരിയൽസ് റിക്വയർഡ് തന്നിട്ടുണ്ട്. 2 ബലൂൺസ്, ത്രെഡ്, എ സ്മോൾ സ്റ്റിക്ക്. 2 ബലൂണുകളും ഒരു ചെറിയ കമ്പും നൂലുമാണ് ആവശ്യമുള്ള സാമഗ്രികൾ. എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് താഴെ തന്നിട്ടുണ്ട്. ഇൻഫ്ലേറ്റ് 2 ബലൂൺസ് ആൻഡ് ടൈ ദെയർ മൗത്ത്സ്. ടൈ ഈച്ച് ബലൂൺ ഓൺ either ends of a long and thin stick. Tie a thread to the middle of the stick and balance the balloon on it. Prick one of the balloons with a pin to release the air inside it. 2 ബലൂണുകൾ വീർപ്പിച്ച് വായ്ഭാഗം കെട്ടിവെക്കുക. 2 ബലൂണുകളെയും നീളമുള്ളതും വണ്ണം കുറഞ്ഞതുമായ ഒരു കമ്പിൻ്റെ 2 അറ്റങ്ങളിലായി കെട്ടി ഉറപ്പിക്കുകയും വേണം. എന്നിട്ട് കമ്പിൽ ഒരു നൂല് കെട്ടിയിട്ട് ബലൂണുകളെ തുലനം ചെയ്ത് നിർത്തുക, ബാലൻസ് ചെയ്ത് നിർത്തുക. ഒരു ബലൂണിലെ മാത്രം കാറ്റ് സൂചി കൊണ്ട് കുത്തി പുറത്ത് കളയുക. എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാസ് ഹാപ്പൻഡ്? അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻസ് ആസ് ആൻ എക്സ്പെരിമെൻ്റൽ നോട്ട് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷണ കുറിപ്പായിട്ട് വേണം നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാൻ. പരീക്ഷണ കുറിപ്പിൻ്റെ ഘടനയും പാലിക്കണം. അത് താഴെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഫോളോ ദ സ്റ്റെപ്സ് ഓഫ് റൈറ്റിംഗ് ആൻ എക്സ്പെരിമെൻ്റൽ നോട്ട്. നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റ്സും ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ നോട്ട് എഴുതുമല്ലോ, അതിനൊരു കൃത്യമായ സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. എക്സ്പെരിമെൻ്റൽ നോട്ട് എഴുതുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഇത് മക്കൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം, ഓർത്ത് വെച്ചിരിക്കണം. ഫസ്റ്റ് വൺ, നെയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് എഴുതണം, എയിം എഴുതണം, മെറ്റീരിയൽസ്, പ്രൊസീജിയർ, ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ. പരീക്ഷണക്കുറിപ്പ് എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പരീക്ഷണത്തിൻ്റെ പേര്. രണ്ടാമതായിട്ട് ലക്ഷ്യം. 3 സാമഗ്രികൾ. 4 പ്രവർത്തന ക്രമം. 5 നിരീക്ഷണ ഫലം. 6ാമത്തെ സ്റ്റെപ്പ്, അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്? നിഗമനം, കൺക്ലൂഷൻ. സോ നമുക്ക് ഈ ബലൂണുകൾ കൊണ്ടുള്ള എക്സ്പെരിമെൻ്റൽ നോട്ട് വളരെ കൃത്യമായിട്ടൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എഴുതാൻ? നെയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് ആണ്. അതിലെന്താണ് എഴുതേണ്ടത്? ഫൈൻഡ് ഔട്ട് ഇഫ് എയർ ഹാസ് വെയിറ്റ്. വായുവിന് ഭാരമുണ്ടോ എന്ന് കണ്ടെത്താനല്ലേ. സോ അത് എഴുതുക. ഇനി എയിം എഴുതുക, ലക്ഷ്യം. ടു പ്രൂവ് ദാറ്റ് എയർ ഹാസ് വെയിറ്റ്. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിക്കലാണ് നമ്മുടെ ലക്ഷ്യം.
നെക്സ്റ്റ് വൺ എഴുതേണ്ടത് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് റിക്വയർഡ് ഏതൊക്കെയാണ്? 2 balloons, thread ആൻഡ് എ സ്മോൾ സ്റ്റിക്ക്. നെക്സ്റ്റ് എഴുതേണ്ടത് പ്രൊസീജിയർ ആണ്. ഇൻഫ്ലേറ്റ് 2 balloons ആൻഡ് ടൈ ദെയർ മൗത്ത്സ്. ടൈ ഈച്ച് ബലൂൺ ഓൺ എയ്തർ എൻഡ്സ് ഓഫ് എ ലോങ് ആൻഡ് തിൻ സ്റ്റിക്ക്. Tie a thread to the middle of the stick and balance the balloons on it. Prick one of the balloons with a pin to release the air inside it. നെക്സ്റ്റ് എഴുതേണ്ടത് ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ് ആണ്. നമ്മൾ എന്തൊക്കെയാണ് കണ്ടെത്തിയതെന്ന്. വെൻ പ്രിക്ക് വൺ ഓഫ് ദ ബലൂൺസ് വിത്ത് എ പിൻ ടു റിലീസ് ദ എയർ ഇൻസൈഡ് ഇറ്റ്, ദാറ്റ് പാർട്ട് ഓഫ് ദ സ്റ്റിക്ക് റൈസസ് ആൻഡ് ദ പാർട്ട് ഓഫ് ദ ബലൂൺ ഫിൽഡ് വിത്ത് എയർ കംസ് ഡൗൺ. ലാസ്റ്റായിട്ട് നമുക്ക് കൺക്ലൂഷൻ കൂടി എഴുതണം. നിഗമനം. ദ പാർട്ട് ഓഫ് ദ ബലൂൺസ് ഫിൽഡ് വിത്ത് എയർ കംസ് ഡൗൺ ബിക്കോസ് ഓഫ് ദ വെയ്റ്റ് ഓഫ് എയർ. From this we can understand that air has weight. അതായത് കാറ്റ് നിറച്ച 2 ബലൂണുകളായിരുന്നു. അതിൽ ഒരു ബലൂണിലെ മാത്രം കാറ്റാണ് സൂചി കൊണ്ട് കുത്തി പുറത്ത് നമ്മൾ കളഞ്ഞത്. അപ്പോഴെന്താണ് സംഭവിച്ചത്? മറ്റേ ബലൂൺ, അതായത് കാറ്റ് നിറഞ്ഞിരുന്ന ബലൂണിൻ്റെ ഭാഗം താഴേക്ക് വന്നു. അതിനർത്ഥം വായുവിന് ഭാരം ഉണ്ടെന്നാണ്. എയർ ഹാസ് വെയ്റ്റ്. ഷാൽ വി ഡു അനദർ എക്സ്പെരിമെൻറ്റ്? നമുക്ക് മറ്റൊരു പരീക്ഷണം കൂടി ചെയ്താലോ എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. മെഷർ ദ വെയ്റ്റ് ഓഫ് എ സൈക്കിൾ ട്യൂബ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ഇറ്റ് വിത്ത് എയർ. ഡു യു ഒബ്സർവ് എനി ചേഞ്ച്? വാട്ട് ക്യാൻ ബി ദ റീസൺ? മറ്റൊരു പരീക്ഷണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പരീക്ഷണം? ഒരു സൈക്കിൾ ട്യൂബിൽ കാറ്റ് നിറയ്ക്കുന്നതിന് മുമ്പും നിറച്ചതിന് ശേഷവും ഭാരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, പരിശോധിച്ച് നോക്കുക. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താകാം അതിന് കാരണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൈക്കിൾ ട്യൂബിൽ കാറ്റ് നിറയ്ക്കുന്നതിന് മുമ്പായിരിക്കുമോ നിറച്ചതിന് ശേഷമായിരിക്കുമോ ഭാരം കൂടുതൽ? തീർച്ചയായിട്ടും വായു നിറച്ചതിന് ശേഷമായിരിക്കും ഭാരം കൂടുതൽ. So we can write, if a bicycle tube that is inflated with air has more weight than the punctured cycle tube. കാരണം എന്താണ്? Because air has weight. വായുവിന് ഭാരമുണ്ട്. നെക്സ്റ്റ് പേജ്, ദി പവർ ഓഫ് എയർ. വായുവിൻ്റെ ശക്തി. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു പരീക്ഷണം ചെയ്യാം. മെറ്റീരിയൽസ് റിക്വയർഡ്. എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. മേസൺ പൈപ്പ്, ആൻ എംറ്റി മിൽക്ക് കവർ, ബുക്സ് ആൻഡ് ത്രെഡ്. ഒരു മേസൺ പൈപ്പ് വേണം, ഒഴിഞ്ഞ പാൽ കവർ വേണം, പുസ്തകങ്ങളും നൂലും വേണം. എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രൊസീജിയർ നോക്കാം. ഇൻസേർട്ട് എ മേസൺ പൈപ്പ് ത്രൂ ദ സ്മോൾ ഹോൾ ഓഫ് ആൻ എംറ്റി മിൽക്ക് കവർ ആൻഡ് ടൈ ഇറ്റ് വിത്ത് എ ത്രെഡ്. പ്ലേസ് എ ബുക്ക് എബോവ് ദ കവർ. ബ്ലോ എയർ ഇൻ ടു ദ കവർ ത്രൂ ദ മേസൺ പൈപ്പ്. ചെറിയ ദ്വാരമുള്ള ഒരു ഒഴിഞ്ഞ പാൽ കവറിലേക്ക് മേസൺ പൈപ്പ് തിരികെ വെച്ചിട്ട് നൂല് കൊണ്ട് കെട്ടണം. കവറിന് മുകളിൽ ഒരു പുസ്തകവും വയ്ക്കണം. മേസൺ പൈപ്പിലൂടെ ഊതി നോക്കണം. എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഡിഡ് യു ഒബ്സർവ്? വെൻ എയർ ഈസ് ബ്ലോൺ ഇൻ ടു ദ മിൽക്ക് കവർ ത്രൂ ദ മേസൺ പൈപ്പ്, ദ മിൽക്ക് കവർ റൈസസ് ആൻഡ് ലിഫ്റ്റ് ദ ബുക്ക് കെപ്റ്റ് ഓൺ ഇറ്റ്. അതായത് നമ്മൾ മേസൺ പൈപ്പിലൂടെ ഊതിയപ്പോൾ എന്ത് സംഭവിച്ചു? മിൽക്ക് കവർ വീർത്തു. പാലിൻ്റെ കവർ വീർക്കുകയും ഈ പാലിൻ്റെ കവറിന് മുകളിൽ വെച്ചിരുന്ന ബുക്സ് എന്ത് ചെയ്തു? ഉയരുകയും ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത്, ലെറ്റ് us കണ്ടിന്യൂ ദ എക്സ്പെരിമെൻറ്റ് ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ബുക്സ്. ഹൗ മെനി ബുക്സ് ക്യാൻ ബി ലിഫ്റ്റഡ്? റൈറ്റ് ഡൗൺ യുവർ ഗസ്സസ്. പ്ലേസ് മോർ ബുക്സ് ആൻഡ് ബ്ലോ എയർ സ്ട്രോങ്ലി ത്രൂ ദ മേസൺ പൈപ്പ്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? അതായത് പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് ഈ പ്രവർത്തനം തുടരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എത്ര പുസ്തകം ഉയർത്താൻ നിങ്ങൾക്ക് കഴിയും? നിങ്ങളുടെ ഊഹം എന്താണെന്ന് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ കൂടുതൽ പുസ്തകങ്ങൾ വെച്ച് മേസൺ പൈപ്പിലൂടെ ശക്തിയായി ഊതുമ്പോൾ ഉള്ള നിരീക്ഷണവും എഴുതണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രം ദിസ് വാട്ട് ഇൻഫറൻസ് ക്യാൻ യു അറൈവ് അറ്റ്? Do the experiment and write down the conclusion in my environmental science diary. ഈ പരീക്ഷണം ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന നിഗമനം നിങ്ങൾ നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. ബുക്കുകളുടെ എണ്ണം കൂട്ടിയിട്ട് നമ്മൾ ഈ പരീക്ഷണം ചെയ്താൽ എന്താണ് കാണാൻ സാധിക്കുക? വെൻ മോർ ബുക്സ് ആർ പ്ലേസ്ഡ് ആൻഡ് എയർ ഈസ് ബ്ലോൺ സ്ട്രോങ്ലി, ദ മിൽക്ക് കവർ സ്റ്റിൽ റൈസസ് ആൻഡ് ക്യാൻ ലിഫ്റ്റ് മോർ ബുക്സ്. സ്ട്രോങ്ങർ ബ്ലോയിങ് ലിഫ്റ്റ്സ് ഹെവിയർ വെയ്റ്റ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? എയർ ഹാസ് പവർ. എയർ ക്യാൻ പുഷ് ആൻഡ് ലിഫ്റ്റ് ഒബ്ജക്ട്സ്. മോർ എയർ പ്രഷർ ക്യാൻ ലിഫ്റ്റ് മോർ വെയ്റ്റ്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കൺക്ലൂഷൻ എഴുതാനാണ്. നിഗമനം എന്തെഴുതാം നമുക്ക്? എയർ ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് പവർ. എയർ ക്യാൻ എക്സേർട്ട് പ്രഷർ ആൻഡ് ഡു വർക്ക് ലൈക്ക് ലിഫ്റ്റിംഗ് ഒബ്ജക്ട്സ്.
ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് എയർ എക്സിസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വായു ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട് എയർ എക്സിസ്റ്റ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. വായു വാതക അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദി ബലൂൺ സീൻ റൈസിംഗ് അപ്പ് ഇൻ പാർക്സ് ആൻഡ് ബീച്ചസ് ഈസ് ഫിൽഡ് വിത്ത് എ ഗ്യാസ്. ഫൈൻഡ് ഔട്ട് വിച്ച് ഗ്യാസ് ഇറ്റ് ഈസ്. നിങ്ങൾ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകൾ? അങ്ങനെയുള്ള ബലൂണുകളിൽ നിറയ്ക്കുന്ന ഒരു വാതകമുണ്ട്. അത് ഏതാണെന്ന് അറിയാമോ? ഹൈഡ്രജനും ഹീലിയവും ഇത്തരം ബലൂണുകളിൽ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതൊക്കെ വളരെ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള വാതകങ്ങളാണ്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് എന്നാണ്. വാതകങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് നോ ഡെഫിനിറ്റ് ഷേപ്പ്. നിശ്ചിതമായ ഒരു ആകൃതി ഇല്ല. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? ഹാസ് വെയിറ്റ്, ഹാവ് കപ്പാസിറ്റി ടു ഡിഫ്യൂസ് ആൻഡ് റിക്വയർ സ്പേസ് ടു ഓക്യുപ്പൈ. You are already familiar with the 3 states of matter, solid, liquid and gas. Complete the table based on their properties. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള വസ്തുക്കളെല്ലാം മക്കൾ ഓൾറെഡി പരിചയപ്പെട്ടു കഴിഞ്ഞു. അവയുടെയൊക്കെ പ്രത്യേകതകൾ അടിസ്ഥാനമാക്കി താഴെ തന്നിട്ടുള്ള ടേബിൾ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോപ്പർട്ടീസ് എഴുതണം. സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും. ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് എഴുതേണ്ടത്? ഷേപ്പും വെയ്റ്റും സ്പേസ് ടു ഒക്യുപ്പൈ. ആകൃതിയും ഭാരവും സ്ഥിതി ചെയ്യാൻ ഇടം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതും എഴുതണം. ഫസ്റ്റ് വൺ നമുക്ക് പ്രോപ്പർട്ടീസിൽ ഷേപ്പ് നോക്കാം. സോളിഡിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്. ലിക്വിഡിനും ഗ്യാസിനും ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ഇല്ല. സോ സോളിഡിൻ്റെ കോളത്തിൽ ഷേപ്പിൻ്റെ നേരെ എസ് എഴുതാം. ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും നേരെ നോ എഴുതാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി വെയിറ്റ് ആണ്, ഭാരം. സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും വെയിറ്റ് ഉണ്ടല്ലോ. സോ 3 കോളത്തിലും എസ് എഴുതുക. ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് തന്നിരിക്കുന്നത് സ്പേസ് ടു ഒക്യുപ്പൈ, അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ അല്ലയോ എന്ന്. സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും സ്പേസ് ടു ഒക്യുപ്പൈ എന്നുള്ളിടത്ത് നെസസറി എന്നാണ് എഴുതേണ്ടത്. സ്ഥലം ആവശ്യമുണ്ട്. ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, പല രൂപത്തിൽ. ഒരു കുട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഐസ് ആൻഡ് വാട്ടർ ആർ ഓഫ് ദ സെയിം മെറ്റീരിയൽ. ഐ ക്യാൻ ഹോൾഡ് ഐസ് ഇൻ മൈ ഹാൻഡ്സ് ബട്ട് കാൺട്ട് ഹോൾഡ് വാട്ടർ. വാട്ട് കുഡ് ബി ദ റീസൺ? ഐസും വെള്ളവും ഒരേ പദാർത്ഥമാണല്ലോ. ഐസ് എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ വെള്ളം എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും കാരണം? നെക്സ്റ്റ് പേജ്. ലിസൺ ടു അനുസ് ഡൗട്ട്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? അനുവിൻ്റെ സംശയം ശ്രദ്ധിച്ചല്ലോ. നിങ്ങളുടെ മറുപടി എന്താണ്? എന്തുകൊണ്ടാണ് മക്കളെ അനുവിന് ഐസ് കയ്യിൽ പിടിക്കാൻ കഴിഞ്ഞതും എന്നാൽ വെള്ളം കയ്യിൽ പിടിക്കാൻ കഴിയാതെ വന്നതും? ആൻ ഐസ് ക്യൂബ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, സോ ഇറ്റ് ക്യാൻ ഹോൾഡ് ഇൻ ദ ഹാൻഡ്. ഐസ് ക്യൂബ് എന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവാണ്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് കയ്യിൽ പിടിക്കാൻ കഴിയും. ബട്ട് ദ വാട്ടർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്, സോ ഇറ്റ് ക്യാൻറ്റ് ബി ഹോൾഡ് ഇൻ ദ ഹാൻഡ്. പക്ഷെ വെള്ളം എന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ദ്രാവകാവസ്ഥയിലുള്ള ഒന്നല്ലേ, അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് കയ്യിൽ പിടിക്കാൻ കഴിയാതെ വരുന്നു. Place an ice cube in a vessel. Observe after some time. What changes did you see? Write down your observation in my environmental science diary. അതായത് ഒരു ഐസ് കഷ്ണം ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് മക്കൾ കണ്ടതെന്നുള്ളത് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതണം. കുറച്ച് സമയത്തേക്ക് ഐസ് ക്യൂബ് ഒരു പാത്രത്തിൽ വെച്ചാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആ ഐസ് ക്യൂബ് ഉരുകി വെള്ളമായിട്ട് മാറുന്നത് കാണാമല്ലേ. സോ വി ക്യാൻ റൈറ്റ് ആഫ്റ്റർ സം ടൈം ദ ഐസ് ക്യൂബ് മെൽറ്റ്സ് ആൻഡ് ടേൺ ഇൻ ടു വാട്ടർ. നെക്സ്റ്റ് ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. വാട്ട് ഡു യു ഒബ്സർവ് ഇൻ ഈച്ച് പിക്ചർ? വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ മാറ്റർ ഇൻ ഈച്ച് പിക്ചർ? അതായത് ഓരോ ചിത്രത്തിലും നിങ്ങൾ എന്താണ് കാണുന്നത്, ഏതൊക്കെ അവസ്ഥയിലുള്ള വസ്തുക്കളാണ് നിങ്ങൾ കാണുന്നതെന്നും എഴുതണം. ഫസ്റ്റ് ബീക്കറിലുള്ളത് എന്താണ് മക്കളെ? അത് ഐസ് ആണല്ലേ. ഏത് സ്റ്റേറ്റിലാണ് ഐസ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. സോ ഫസ്റ്റ് വൺ ഐസ് ആണ്, സോളിഡ് ആണ്. സെക്കൻഡ് വൺ എന്താണ്? ആ ഐസൊക്കെ അലിഞ്ഞ് ഉരുകി വെള്ളമായിരിക്കുകയാണ്. സോ വാട്ടർ ആണ്. വാട്ടർ ഏത് സ്റ്റേറ്റിലാണുള്ളത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. വാട്ടർ ലിക്വിഡ് ആണ്. തേർഡ് വൺ എന്താണ്? ബീക്കറിലെ വെള്ളം തിളപ്പിക്കുകയാണ്, ബോയിൽ ചെയ്യുകയാണ് അല്ലേ. താഴെ ഫയർ നമുക്ക് കാണാം, മുകളിൽ കണ്ടില്ലേ? ആ വെള്ളത്തിൽ നിന്നും വെള്ളം തിളച്ച് നീരാവി പുറത്തേക്ക് പോകുന്നുണ്ട്. സോ തേർഡ് വൺ എന്താണെന്നാണ് എഴുതേണ്ടത്? സ്റ്റീമാണ് അഥവാ വേപ്പറാണ്. അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്? ഗേഷ്യസ് സ്റ്റേജ് ആണ്, ഗ്യാസ് ആണ്. വേപ്പർ, ഗ്യാസ്. ഐസ്, വാട്ടർ, സ്റ്റീം. Water vapor are the 3 different stages of the same substance. Which is that substance എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത്
ഐസ്, വെള്ളം, നീരാവി അഥവാ ബാഷ്പം എന്നിവ ഒരേ വസ്തുവിൻ്റെ 3 അവസ്ഥകളാണ്. ഏതാണ് ആ വസ്തു? വാട്ടറാണ്, വെള്ളമാണ്. ക്യാൻ വാട്ടർ ബി ചേഞ്ച്ഡ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ? വെള്ളത്തിനെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയുമോ? യെസ്, കഴിയും. വെള്ളം തന്നെയാണ് ഐസ് ആകുന്നത്. ആ ഐസ് മെൽറ്റായാൽ വീണ്ടും വെള്ളമാകും. വെള്ളത്തെ തിളപ്പിച്ചാൽ നീരാവിയാകും. അങ്ങനെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും അല്ലേ? സോ യെസ് ആണ് ആൻസർ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ടേക്ക് സം ഐസ് ക്യൂബ്സ് ഇൻ എ ബീക്കർ ആൻഡ് ഹീറ്റ് ഇറ്റ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഒരു ബീക്കറിൽ കുറച്ച് ഐസ് കഷ്ണങ്ങൾ എടുത്ത് ചൂടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൈഡിൽ ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ. വാട്ട് ആർ ദ ചേഞ്ചസ് യു ക്യാൻ സീ? എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഐസ് മെൽറ്റ്സ് ആൻഡ് ബിക്കംസ് വാട്ടർ. ഐസ് ഉരുകി എന്തായിട്ട് മാറി? വെള്ളമായിട്ട് മാറി. വാട്ട് ഹാപ്പൻസ് ഇഫ് ഹീറ്റഡ് അഗെയിൻ? വീണ്ടും ഒന്ന് ചൂടാക്കിയാൽ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ സ്ട്രോങ് ഹീറ്റിംഗ് വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ. നമ്മൾ വീണ്ടും ചൂടാക്കിയാൽ ഈ വെള്ളം എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും. ഇനി ചോദിച്ചിട്ടുള്ളത് ക്യാൻ വാട്ടർ വേപ്പർ ബി കൺവേർട്ടഡ് ബാക്ക് ടു ഐസ് അഗെയിൻ? നീരാവിയെ വീണ്ടും ഐസാക്കി മാറ്റാൻ കഴിയുമോ? യെസ്, കഴിയും. എങ്ങനെ കഴിയും? ഓൺ കൂളിംഗ് വാട്ടർ വേപ്പർ ബിക്കംസ് വാട്ടർ. ഒന്നുകൂടി തണുപ്പിക്കുമ്പോൾ ഈ വാട്ടർ വേപ്പർ എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. ഓൺ ഫർദർ കൂളിംഗ് ഐസ് ഈസ് ഫോംഡ്. വാട്ട് നീഡ്സ് ടു ബി ഡൺ ഫോർ ദാറ്റ് എന്നുള്ളിടത്ത് അതാണ് എഴുതേണ്ടത്. അതിനായി എന്തെല്ലാം ചെയ്യേണ്ടി വരുമെന്ന്. ലുക്ക് അറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. ഒരു ഫ്ലോ ചാർട്ടാണ് താഴെ തന്നിട്ടുള്ളത്. അത് ശ്രദ്ധിച്ചു നോക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഐസ് ഹീറ്റിങ്ങിലൂടെ വാട്ടറായിട്ട് മാറുന്നു. ഈ വാട്ടർ വീണ്ടും ഹീറ്റിങ്ങിലൂടെ വാട്ടർ വേപ്പറായിട്ട് മാറുന്നു. വാട്ടർ വേപ്പർ കൂളിങ്ങിലൂടെ വാട്ടറായിട്ട് മാറുന്നു. ഈ വാട്ടർ വീണ്ടും കൂളിങ്ങിലൂടെ ഐസായിട്ട് മാറുന്നു. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. Dears, have you ever noticed water around you? Sometimes it is ice, sometimes it is water, and sometimes it becomes water vapor. But do you know how and why water changes its form? Don't worry, my dears. In today's class, we are going to understand the changing states of water in a very simple and easy way. And this question is very important for your exam. So, dears, sit comfortably, listen carefully, and learn happily. Okay, dears, observe the picture. What do you observe in each picture? ആദ്യത്തെ 2 ഗ്ലാസ്സുകളിലുള്ളത് എന്താണ്? മൂന്നാമത്തെ ബീക്കറിലോ? ആദ്യത്തെ ഗ്ലാസ്സിൽ ഐസാണ്. രണ്ടാമത്തെ ഗ്ലാസ്സിലോ? ആ ഐസ് ഉരുകി വെള്ളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേതൊരു ബീക്കറാണ്. എന്താണ് മക്കൾ ആ ബീക്കറിൽ കാണുന്നത്? ബീക്കർ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ചൂട് തട്ടുമ്പോൾ ആ വെള്ളം തിളയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മുകളിലേക്ക് സ്റ്റീം വരുന്നുമുണ്ട്, നീരാവി. ഓക്കെ, വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ മാറ്റർ ഇൻ ഈച്ച് പിക്ചർ? ഈ 3 പിക്ചറിലെയും ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഫസ്റ്റ് വൺ ഐസ് ആണല്ലേ. ഐസ് ഖരാവസ്ഥയിലുള്ളതാണ്, സോളിഡാണ്. നെക്സ്റ്റ് വൺ വാട്ടർ ആണ്. വാട്ടർ ലിക്വിഡാണ്, ദ്രാവകമാണ്. ലാസ്റ്റ് വൺ സ്റ്റീമാണ് അഥവാ വേപ്പറാണ്. അത് ഗ്യാസ് ആണ്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതാണ്, വാതകാവസ്ഥയിലുള്ളതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ ഒന്ന് നോക്കാം. ജലത്തിൻ്റെ അവസ്ഥാ മാറ്റങ്ങൾ. വാട്ടർ ഹാസ് 3 സ്റ്റേറ്റ്സ്. ജലത്തിന് 3 അവസ്ഥകളാണുള്ളത്. അഥവാ ജലത്തിനെ നമുക്ക് 3 അവസ്ഥകളിലായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് സോളിഡ് സ്റ്റേറ്റ്, അതായത് ഐസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. സെക്കൻഡ് വൺ ഈസ് ലിക്വിഡ് സ്റ്റേറ്റ്, വാട്ടർ ആയിട്ടിരിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഗ്യാസ്, ഗേഷ്യസ് സ്റ്റേറ്റ്, വാട്ടർ വേപ്പറായിട്ട് മാറുന്ന അവസ്ഥ. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മക്കളെ. ഫസ്റ്റ് വൺ ഏത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്, അതായത് ഐസ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. എങ്ങനെയാണ് മക്കളെ ഐസ് ഉണ്ടാവുന്നത്? വാട്ടർ നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോഴാണ്, ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുമ്പോഴാണ് ഐസായിട്ട് വെള്ളം മാറുന്നത്, കട്ട പിടിക്കുന്നത്. വെള്ളം കട്ട പിടിക്കുമ്പോഴുള്ള ആ ഒരു സബ്സ്റ്റൻസ് ആണ് ഐസ് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ വെള്ളം എടുക്കുന്നു. വെള്ളം ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡിനെ നമ്മൾ ഫ്രീസ് ചെയ്യുന്നു. ഫ്രീസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് സോളിഡായിട്ട് മാറുകയാണ്. വെൻ വാട്ടർ ഈസ് കെപ്റ്റ് ഇൻ എ ഫ്രീസർ ഇറ്റ് ബിക്കംസ് ഐസ്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് കോൾഡ്. നമ്മൾ വാട്ടർ എടുത്ത് ഫ്രീസറിൽ വെക്കുമ്പോൾ, ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഐസായിട്ട് മാറുന്നു. ഇവിടെ നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കൂളിംഗ് ആണ്. ഓക്കെ, തണുപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്.
അഥവാ ശീതീകരണം എന്ന് നമ്മൾ പറയും. സോ വെള്ളം ഫ്രീസറിൽ വെച്ച് ഐസായിട്ട് മാറുന്നതിൻ്റെ കാരണം ഇവിടെ തണുപ്പാണ്. തണുപ്പ് കാരണമാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ ഐസ് വീണ്ടും വാട്ടറായിട്ട് മാറുകയാണ്. അതായത് വെൻ ഐസ് ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ് ഇറ്റ് മെൽറ്റ്സ് ആൻഡ് ബിക്കം വാട്ടർ. ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ഹീറ്റ്. അതായത് ഐസ് പുറത്ത് വെച്ചാൽ അത് ഉരുകി വെള്ളമാകും, മെൽറ്റ് ചെയ്ത് വെള്ളമായിട്ട് മാറും. ഈ മാറ്റം സംഭവിക്കാനുള്ള കാരണം ചൂടാണ്, ഹീറ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ് ഏതാണ് മക്കളെ? വാട്ടർ വേപ്പർ. വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. അതായത് വെള്ളം നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അത് വാട്ടർ വേപ്പറായിട്ട് മാറുകയാണ്, നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട്, സ്റ്റീമായിട്ട് അഥവാ നീരാവിയായിട്ട് മാറുകയാണ്. ഈ ഒരു പ്രക്രിയയാണ് ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് നമ്മൾ പറയുന്നത്. സോ മക്കളെ, ആദ്യം നമ്മൾ വെള്ളത്തെ ഐസാക്കി മാറ്റി, അതായത് ലിക്വിഡിനെ സോളിഡ് ആക്കി മാറ്റി. അവിടെ കൂളിംഗ് എന്ന പ്രോസസ്സാണ് നടന്നത്. നെക്സ്റ്റ് ഈ ഐസ് മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും അത് വാട്ടറായിട്ട് മാറി, സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റിലേക്കായി. വീണ്ടും ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഹീറ്റിംഗ് ആണ്. ഈ വെള്ളത്തെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. ചൂടാക്കി കഴിഞ്ഞപ്പോൾ അത് വാട്ടർ വേപ്പറായിട്ട് മാറി. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലോട്ടാണ് മാറിയത്, ഗ്യാസ് ആയിട്ട് മാറി. അവിടെയും നടന്ന പ്രോസസ്സ് ഹീറ്റിംഗ് ആണ്. സോ ലിക്വിഡ് സോളിഡായി, സോളിഡ് വീണ്ടും ലിക്വിഡായി, വീണ്ടും ആ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറി. ഇനി നമ്മൾ ചൂടാക്കിയ ഈ വാട്ടർ ഉണ്ടല്ലോ, ഇത് ഒരു ലിഡ് വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കുക. അതായത് ഒരടപ്പ് വെച്ച് അടച്ചു വെച്ചു എന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? When water vapor cools down, it changes back into water. This process is called condensation. അതായത് ഈ ജലബാഷ്പം തണുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വെള്ളമായിട്ട് മാറും. നമ്മൾ തിളപ്പിച്ച വെള്ളം അഥവാ ചൂടാക്കിയ വെള്ളം ഒന്ന് അടച്ചു വെക്കുമ്പോൾ ആ അടപ്പിന് മുകളിലേക്ക് ഈ ജലബാഷ്പം തട്ടി തണുത്തിട്ട് വീണ്ടും വെള്ളമായി തന്നെ വെള്ളത്തുള്ളികളായിട്ട് താഴേക്ക് വീഴില്ലേ, വെള്ളത്തിനകത്തോട്ട് തന്നെ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രോസസ്സിന് പറയുന്നത് കോണ്ടൻസേഷൻ എന്നാണ്, അഥവാ സാന്ദ്രീകരണം അല്ലെങ്കിൽ ഘനീഭവിക്കൽ. ഇത് മക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മക്കളുടെ അറിവിലേക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്നുള്ളത് നമുക്ക് ചുരുക്കത്തിൽ എങ്ങനെ പറയാം മക്കളെ? വാട്ടർ ചേഞ്ചസ് ഇറ്റ് സ്റ്റേറ്റ്സ് ഫ്രം ഐസ് ടു വാട്ടർ ആൻഡ് വാട്ടർ ടു വാട്ടർ വേപ്പർ ഡ്യൂ ടു ഹീറ്റ് ആൻഡ് കോൾഡ്. അതായത് ചൂടും തണുപ്പും കാരണം വെള്ളം, ഐസ്, ജലം, ജലബാഷ്പം എന്നിങ്ങനെ വിവിധ അവസ്ഥകളിലേക്ക് മാറുന്നു. ഈ മാറ്റങ്ങളെയാണ് വെള്ളത്തിൻ്റെ അവസ്ഥകളിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം വഴി ഈസി ആയിട്ട് മക്കൾക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ കഴിയും ചേഞ്ചസ് ഓഫ് വാട്ടർ എന്നുള്ളത്. അതായത് വാട്ടർ കൂളിംഗ് എന്ന പ്രോസസ്സ് വഴി ഐസായിട്ട് മാറുന്നു, ഐസ് ഹീറ്റിംഗ് എന്ന പ്രോസസ്സ് വഴി വീണ്ടും വാട്ടർ ആവുന്നു, വീണ്ടും ആ വാട്ടർ ഹീറ്റിംഗ് എന്ന പ്രോസസ്സ് വഴി തന്നെ വാട്ടർ വേപ്പറായിട്ട് മാറുന്നു, വാട്ടർ വേപ്പർ കൂളിംഗ് എന്ന പ്രോസസ്സ് വഴി വീണ്ടും വാട്ടർ ആവുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഐസ്. ഐസ് ബിക്കം ഡാഷ് ഓൺ ഹീറ്റിംഗ്, വാട്ടർ ആയിട്ട് മാറുന്നു. നെക്സ്റ്റ്, ഓൺ സ്ട്രോങ് ഹീറ്റിംഗ് വാട്ടർ ബിക്കംസ് ഡാഷ്. നന്നായി ചൂടാക്കുമ്പോൾ എന്തായിട്ടാണ് വെള്ളം മാറുന്നത്? വാട്ടർ വേപ്പറായിട്ടാണ്. ഡാഷ് ഈസ് ദ ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റ് ഏതാണ്? വാട്ടർ വേപ്പറാണ്. ഓൺ കൂളിംഗ് വാട്ടർ വേപ്പർ ബിക്കംസ് ഡാഷ്. തണുപ്പിക്കുമ്പോൾ ഈ വാട്ടർ വേപ്പറിന് എന്ത് സംഭവിക്കുന്നു? എന്തായിട്ടാണ് മാറുന്നത്? വാട്ടർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐസ്, വാട്ടർ ആൻഡ് സ്റ്റീം, വാട്ടർ വേപ്പർ ആർ 3 states ഓഫ് ദ സെയിം സബ്സ്റ്റൻസ്. വിച്ച് ഈസ് ദാറ്റ് സബ്സ്റ്റൻസ്? അതായത് ഒരേ സബ്സ്റ്റൻസിൻ്റെ തന്നെ 3 അവസ്ഥകളാണ് ഐസ് എന്നുള്ളതും വാട്ടർ എന്നുള്ളതും സ്റ്റീം എന്നുള്ളതും. ഏതാണ് ആ സബ്സ്റ്റൻസ്? ഏതാണ് മക്കളെ? വാട്ടർ. ക്യാൻ വാട്ടർ ബി ചേഞ്ച്ഡ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ? ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് മാറ്റാൻ കഴിയുമോ ജലത്തിനെ? യെസ്, കഴിയും. തേർഡ് ക്വസ്റ്റ്യൻ, ടേക്ക് സം ഐസ് ക്യൂബ്സ് ഇൻ എ ബീക്കർ ആൻഡ് ഹീറ്റ് ഇറ്റ്. ഒരു ബീക്കറിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് ചൂടാക്കുക. വാട്ട് ആർ ദ ചേഞ്ചസ് യു ക്യാൻ സീ? എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഐസ് മെൽറ്റ്സ് ആൻഡ് ബിക്കം വാട്ടർ. ഐസ് ഉരുകി വെള്ളമായിട്ട് മാറുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. കോക്കനട്ട് ഓയിൽ ഈസ് അനദർ ലിക്വിഡ്. ക്യാൻ ദിസ് ഓൾസോ ബി കൺവേർട്ടഡ് ഇൻ ടു 3 states? കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ എന്നുള്ളത് മറ്റൊരു ലിക്വിഡാണ്, ദ്രാവകമാണ്. ഈ ദ്രാവകത്തെയും വെള്ളത്തെ പോലെ തന്നെ 3 സ്റ്റേറ്റ്സിലേക്ക്, അതായത് സോളിഡായിട്ടും ലിക്വിഡായിട്ടും ഗ്യാസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? യെസ്, സാധിക്കും. എങ്ങനെയാണ് മക്കളെ ലിക്വിഡായിട്ടിരിക്കുന്ന വെളിച്ചെണ്ണ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്?
കെപ്റ്റ് ഇൻ എ കൂൾ പ്ലേസ്. സിമ്പിൾ അല്ലേ? തണുപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ചാൽ തന്നെ എണ്ണ പെട്ടെന്ന് കട്ട പിടിക്കും, സോളിഡായിട്ട് മാറും. ഇറ്റ് ബിക്കംസ് സോളിഡ്. ഇനിയിപ്പോൾ തണുത്ത കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ എണ്ണ പെട്ടെന്ന് കട്ട പിടിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദാ ഇതേപോലെ. ഇനി എങ്ങനെയാണ് ലിക്വിഡ് സ്റ്റേറ്റിലോട്ടാകുന്നത്? അറ്റ് നോർമൽ റൂം ടെമ്പറേച്ചർ ഇറ്റ് സ്റ്റേസ് ലിക്വിഡ്. നോർമൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ, അതായത് സാധാരണ താപനിലയിലാണെന്നുണ്ടെങ്കിൽ അത് ലിക്വിഡായിട്ട് തന്നെ തുടരും വെളിച്ചെണ്ണ. ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റണമെങ്കിലോ വെൻ വി ഹീറ്റഡ് സ്ട്രോങ്ലി ഇറ്റ് ടേൺസ് ഇൻ ടു വേപ്പർ. നല്ല ശക്തമായിട്ട് തിളപ്പിച്ചാൽ, നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് വേപ്പറായിട്ട് മാറും. സോ കോക്കനട്ട് ഓയിൽ ക്യാൻ ചേഞ്ച് ഇൻ ടു സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ബൈ കൂളിംഗ് ആൻഡ് ഹീറ്റിംഗ്. ഇനി മക്കൾക്ക് ബൈ ചാൻസ് എക്സാമിന് ചോദിക്കുന്നത് കോക്കനട്ട് ഓയിൽ ഈസ് അനദർ ലിക്വിഡ്, ക്യാൻ ദിസ് ഓൾസോ ബി കൺവേർട്ടഡ് ഇൻ ടു 3 സ്റ്റേറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമാണെങ്കിൽ യെസ് ഓർ നോ എഴുതിയാൽ മതി. ദ ആൻസർ ഈസ് യെസ്. എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഈ പോർഷനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഡൗൺ എക്സാമ്പിൾസ് ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ചേഞ്ച് ദെയർ സ്റ്റേറ്റ് അപ്പോൺ ഹീറ്റിംഗ്. ചൂടാക്കുമ്പോൾ അതിൻ്റെ അവസ്ഥകൾ മാറുന്ന മറ്റ് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് എഴുതാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഘീ, ബട്ടർ ആൻഡ് വാക്സ്. നെയ്യും വെണ്ണയും മെഴുകും ഒക്കെ ഇതേപോലെ നമുക്ക് ഹീറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റേറ്റ്സ്, അവസ്ഥകൾ മാറ്റാൻ സാധിക്കും. നെക്സ്റ്റ് മെർക്കുറി എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ജനറലി മോസ്റ്റ് മെറ്റൽസ് ആർ സീൻ ഇൻ സോളിഡ് സ്റ്റേറ്റ്, ബട്ട് മെർക്കുറി ഈസ് എ മെറ്റൽ ദാറ്റ് ഈസ് സീൻ ഇൻ ലിക്വിഡ് ഫോം അറ്റ് റൂം ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ടെമ്പറേച്ചർ. അതായത് ഈ ലോഹങ്ങളെല്ലാം പൊതുവായിട്ട് ഖരാവസ്ഥയിൽ, സോളിഡ് സ്റ്റേറ്റിലല്ലേ മക്കളെ കണ്ടിട്ടുള്ളത്. പക്ഷേ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമുണ്ട്, അതാണ് മെർക്കുറി അഥവാ രസമെന്ന് പറയുന്നത്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ ഈ മെർക്കുറി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ആസ് ദ സെയിം റേറ്റ്, ഒരേ വേഗത്തിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാവിൻ യു നോട്ടീസ്ഡ് ദാറ്റ് വെറ്റ് ക്ലോത്ത്സ് ബിക്കം ഡ്രൈ ആഫ്റ്റർ സം ടൈം? What happened to the water in the clothes? What could be the reason? Write it down in my environmental science diary. അതായത് നനഞ്ഞ തുണികളൊക്കെ നമ്മൾ വെയിലത്തുണക്കാനിടില്ലേ, കുറച്ച് കഴിഞ്ഞ് ഇത് ഉണങ്ങുന്നത് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. തുണിയിലെ വെള്ളത്തിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അതിൻ്റെ കാരണം എന്തായിരിക്കും? അത് കണ്ടെത്തി മക്കളുടെ EVSൻ്റെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. എങ്ങനെ എഴുതാം? വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ ഡ്യൂ ടു വിൻഡ് ആൻഡ് ഹീറ്റ് ഫ്രം സൺലൈറ്റ്. എന്താണെന്ന് മനസ്സിലായില്ലേ? കാറ്റും അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ചൂടും കാരണം വാട്ടർ എന്തായിട്ട് മാറി? വാട്ടർ വേപ്പറായിട്ട് മാറി. ജലം ജലബാഷ്പമായിട്ട് മാറി. അങ്ങനെയാണ് തുണികളൊക്കെ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നത്. നെക്സ്റ്റ് പേജിൽ എന്താ മക്കളെ ചോദിച്ചിട്ടുള്ളത്? ഡു ഓൾ ലിക്വിഡ്സ് ബിക്കം വേപ്പർ? എല്ലാ ദ്രാവകങ്ങളും ബാഷ്പമായി മാറുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഓൾ ലിക്വിഡ്സ് ബിക്കം വേപ്പർ. എല്ലാ ദ്രാവകങ്ങളും ബാഷ്പമായി മാറുന്നുണ്ട്, പക്ഷേ ഒരേ വേഗതയിലല്ല, അതായത് സെയിം റേറ്റിലല്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ബട്ട് ദേ ആർ നോട്ട് ഇൻ സെയിം റേറ്റ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നെയിം ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ്സ് ബിക്കം വേപ്പർ. ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന ആ ഒരു പ്രോസസ്സ്, പ്രക്രിയയുടെ പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇവാപ്പറേഷൻ എന്നാണ് ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഡു ഓൾ ലിക്വിഡ്സ് വേപ്പറൈസ് അറ്റ് സെയിം റേറ്റ് എന്നാണ്. അതായത് എല്ലാ ദ്രാവകങ്ങളും ബാഷ്പമായി മാറുന്നത് ഒരേ വേഗതയിലാണോ? ഓൾറെഡി നമ്മൾ പറഞ്ഞു, അല്ല, നോ. Do a simple project to find out the difference in the rate of evaporation of the liquids you are familiar with and present it in class. എന്ത് ചെയ്യാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കറിയാവുന്ന, അതായത് മക്കൾക്ക് പരിചിതമായിട്ടുള്ള, ഫെമിലിയർ ആയിട്ടുള്ള ദ്രാവകങ്ങളുടെ ബാഷ്പീകരണ വേഗതയിലെ വ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഒരു ലഘു പ്രോജക്റ്റിലൂടെ ഇത് കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. We can use liquids like milk, coconut oil, water, sanitizer, etc. എന്തൊക്കെ ലിക്വിഡ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം, യൂസ് ചെയ്യാം? മിൽക്ക്, പാൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ എടുക്കാം, വെള്ളം, പിന്നെ സാനിറ്റൈസർ. ഇത്രയുമൊക്കെ ഉപയോഗിച്ച് ഈ ഒരു പ്രോജക്റ്റ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസിങ് എ ഡ്രോപ്പർ, take 5 drops of each liquid in identical containers. Keep them all open in the same place and observe.
എങ്ങനെയാണിത് ചെയ്തു നോക്കേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങളിൽ നിന്നെല്ലാം ഫില്ലർ ഉപയോഗിച്ച് 5 തുള്ളി വീതം ഒരേ തരം ഒരു കണ്ടെയ്നറിൽ, ഒരു പാത്രത്തിൽ എടുക്കുക. ഇത് ഒരു സ്ഥലത്ത് ഓപ്പണാക്കി തുറന്നു വെച്ചിട്ട് നിരീക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു പരീക്ഷണം ചെയ്ത് നോക്കുമ്പോൾ ഏത് ലിക്വിഡിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇവാപ്പറേഷൻ റേറ്റ് എന്ന് മക്കൾക്ക് പറയാൻ സാധിക്കുമോ? ഏതായിരിക്കും ഏറ്റവും ആദ്യം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത്, ഏറ്റവും സ്പീഡിൽ, ഈസി ആയിട്ട്? സാനിറ്റൈസർ ഇവാപ്പറേറ്റ്സ് ഈസിലി. കൈയൊക്കെ ക്ലീൻ ചെയ്യാൻ നേരം മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സാനിറ്റൈസർ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വായുവിൽ കലർന്നങ്ങ് പോകും അല്ലേ? പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് ഈസി ആയിട്ട് അങ്ങ് പോകും. അത് ഓർത്താൽ മതി. ഏറ്റവും സ്ലോ ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ലിക്വിഡാണെന്ന് അറിയാമോ? കോക്കനട്ട് ഓയിലാണേ. കോക്കനട്ട് ഓയിൽ ഇവാപ്പറേറ്റ്സ് വെരി സ്ലോലി. ദ ഓർഡർ ഓഫ് ഇവാപ്പറേഷൻ റേറ്റ് ഈസ്, ഫസ്റ്റ് വൺ എന്താണ്? സാനിറ്റൈസർ, ദെൻ വാട്ടർ, ദെൻ മിൽക്ക് ആൻഡ് അറ്റ് ലാസ്റ്റ് കോക്കനട്ട് ഓയിൽ. ഇവിടെ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഇത്രയും സമയം നമ്മൾ പഠിച്ചതിൻ്റെ ഒരു കൺക്ലൂഷനാണ്. ദ ഒബ്ജക്ട്സ് അറൗണ്ട് അസ് എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതായത് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പൊതുവെ ഖരം സോളിഡ്, ദ്രാവകം ലിക്വിഡ്, വാതകം ഗ്യാസ് എന്നീ 3 അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനുള്ള ഒരു വർക്കാണ്. എന്താണെന്ന് നോക്കാം. ദി സെയിം സബ്സ്റ്റൻസ് മേ ബി ഫൗണ്ട് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റ്. There are certain common properties for the substances that exist in different states. Identify the common properties and write it down in my environmental science diary. മനസ്സിലായല്ലോ മക്കളെ? ഒരു വസ്തു തന്നെ ഒന്നിൽ കൂടുതൽ അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട്. വ്യത്യസ്ത അവസ്ഥകളിലുള്ള വസ്തുക്കൾക്ക് പൊതുവായ ചില പ്രത്യേകതകളുമുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഈ പ്രത്യേകതകളെന്ന് കണ്ടെത്തി മക്കളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതാം. ഒരേ സബ്സ്റ്റൻസ് തന്നെ പല സ്റ്റേറ്റിൽ കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ദി സെയിം സബ്സ്റ്റൻസ് മേ ബി ഫൗണ്ട് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ് മക്കളെ? വാട്ടർ ആണ്. വാട്ടർ സോളിഡായിട്ടും ലിക്വിഡായിട്ടും ഗേഷ്യസ് സ്റ്റേറ്റിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. സെർട്ടൈൻ കോമൺ പ്രോപ്പർട്ടീസ് ഫോർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഫസ്റ്റ് വൺ എന്തെഴുതാം മക്കളെ? ഓൾ സബ്സ്റ്റൻസസ് ഓക്യുപ്പൈ സ്പേസ്. ദെൻ ഓൾ സബ്സ്റ്റൻസസ് ഹാവ് വെയ്റ്റ് ഓർ മാസ്. ലാസ്റ്റ് വൺ എന്തെഴുതാം? സബ്സ്റ്റൻസസ് ക്യാൻ ചേഞ്ച് ഫ്രം 1 സ്റ്റേറ്റ് ടു അനദർ ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ്. ഓക്കെ ഡിയേഴ്സ്, ഇനി അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ്സ് അസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിക്സ് എ സ്മോൾ ക്യാൻഡിൽ ഇൻസൈഡ് ദ ലിഡ് ഓഫ് എ ബോൾ ഐസ്ക്രീം കപ്പ് ആൻഡ് ലൈറ്റ് ഇറ്റ്. ക്യാൻ യു കീപ്പ് ഇറ്റ് ബേണിംഗ് വെൻ പ്ലേസ്ഡ് അണ്ടർ ദ വാട്ടർ ഇൻ എ കണ്ടെയ്നർ? പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻ്റൽ നോട്ട്. ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്പെരിമെൻ്റൽ നോട്ടും നമ്മൾ എഴുതണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അതേപോലെ എഴുതണം. ഒരു ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിനുള്ളിൽ ചെറിയ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക. അതിനെ ഒരു പാത്രത്തിലെ വെള്ളത്തിനടിയിൽ കത്തിച്ച് നിർത്താമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പരീക്ഷണക്കുറിപ്പ് കൂടി നമുക്ക് എഴുതണം. ഫസ്റ്റ് വൺ, നെയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് എഴുതുക. ബേണിംഗ് എ ക്യാൻഡിൽ അണ്ടർ വാട്ടർ. എയിം, എന്താണ് നമ്മുടെ ലക്ഷ്യം? ടു ഫൈൻഡ് ഔട്ട് വെദർ എ ക്യാൻഡിൽ ക്യാൻ ബേൺ അണ്ടർ വാട്ടർ ഫോർ സം ടൈം. മെറ്റീരിയൽസ് നീഡഡ്: എ സ്മോൾ ക്യാൻഡിൽ, ലിഡ് ഓഫ് ആൻ ഐസ്ക്രീം കപ്പ്, വാട്ടർ, എ കണ്ടെയ്നർ ആൻഡ് എ മാച്ച് ബോക്സ്. നെക്സ്റ്റ് നമുക്ക് പ്രൊസീജിയർ എഴുതണം. ടേക്ക് സം വാട്ടർ ഇൻ എ കണ്ടെയ്നർ. ഫിക്സ് എ സ്മോൾ ക്യാൻഡിൽ ഓൺ ദ ലിഡ് ഓഫ് ആൻ ഐസ്ക്രീം കപ്പ്. ലൈറ്റ് ദ ക്യാൻഡിൽ യൂസിങ് എ മാച്ച് സ്റ്റിക്ക്. Slowly place the lid with the burning candle into the water. Observe what happens carefully. മനസ്സിലായല്ലോ മക്കൾക്ക്? ഇനി ഒബ്സർവേഷൻ. The candle burns for a short time under water. After some time the candle goes out. Conclusion. The candle burns for a while because there is air inside the lid. When the air is used up, the candle stops burning. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള കൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയൽസിൻ്റെ, അതായത് സോളിഡിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ പ്രോപ്പർട്ടീസാണ് നമ്മൾ എഴുതേണ്ടത്. സോളിഡിൻ്റെ അവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്, ഹാവ് ഷേപ്പ് എന്നുള്ളത്. ഇനി എന്തെഴുതാം? ഹാവ് വെയിറ്റ് എഴുതാം. റിക്വയർ സ്പേസ് ടു ഓക്യുപ്പൈ എഴുതാം. ലിക്വിഡ്, നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഹാവ് വെയിറ്റ്, space required to occupy. Last one, gas, no definite shape, have weight and space required to occupy. Third question, observe the different materials around you and understand their properties. Prepare a table by classify them into solid, liquid and gas.
എന്ത് ചെയ്യാനാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ പരിസരത്തുള്ള വ്യത്യസ്ത തരം വസ്തുക്കൾ നിരീക്ഷിച്ച് അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. അവയെ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ തരം തിരിച്ച് പട്ടികപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. സോളിഡിൻ്റെ വിഭാഗത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം മക്കളെ? റോക്ക്, ഐസ് ക്യൂബ്, വുഡ്, ക്ലോത്ത്, ചോക്ക് ഒക്കെ എഴുതാം. ലിക്വിഡോ? വാട്ടർ, ഓയിൽ, മിൽക്ക്, സിറപ്പ് ആൻഡ് ജ്യൂസ്. ഗ്യാസോ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം, എയർ, വിൻഡ്, സ്റ്റീം ഒക്കെ നമുക്ക് ഗ്യാസിൻ്റെ പോർഷനിൽ എഴുതാം. ഇനിയും കൂടുതൽ എക്സാമ്പിൾസ് മക്കൾ കണ്ടുപിടിക്കണം കേട്ടോ. ഇനി നമുക്ക് 2 എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഡോൾ ദാറ്റ് മേക്സ് സൗണ്ട് വെൻ ഡിപ്ഡ് ഇൻ വാട്ടർ. മേക്ക് എ സ്മോൾ ഹോൾ ഓൺ ദ ക്യാപ്പ് ഓഫ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഫിക്സ് എ വിസിൽ ടൈറ്റ്ലി ഇൻ ടു ദ ഹോൾ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി സീൽസ് ദ ഓപ്പണിംഗ്. After cutting the bottom of the bottle, dip the bottle into the water and observe. What happens? Why does it happens? ഒന്നാമത്തെ ചോദ്യം മനസ്സിലായോ? വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന പാവ. ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പിൽ ചെറിയൊരു ദ്വാരമിടുക. ദ്വാരം പൂർണ്ണമായും അടയും വിധം അതിലേക്ക് ഒരു പീപ്പി ഉറപ്പിക്കുക. കുപ്പിയുടെ അടിഭാഗം മുറിച്ചു മാറ്റിയ ശേഷം കുപ്പിയെ വെള്ളത്തിൽ താഴ്ത്തി നോക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കുപ്പിയുടെ മുകളിൽ ഒരു പാവയുടെ ചിത്രം കൂടി ഒട്ടിച്ചു വെക്കാനും മക്കളോട് പറഞ്ഞിട്ടുണ്ടേ. പേസ്റ്റ് എ പിക്ചർ ഓഫ് എ ഡോൾ ഓൺ ദ ബോട്ടിൽ. നമുക്കിതിൻ്റെ ആൻസർ എഴുതാം. ഇത്തരം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഹാപ്പൻസ്? അതിന് നമുക്ക് ആൻസർ എഴുതാം. വിത്ത് ദ ബോട്ടിൽ വിത്ത് ദ വിസിൽ ഈസ് ഡിപ്ഡ് ഇൻ വാട്ടർ, എ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ വിസിൽ. അതായത് വിസിൽ ഘടിപ്പിച്ച ഒരു ബോട്ടിൽ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ, താഴ്ത്തുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകുന്നു. എവിടെ നിന്ന്? വിസിലിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വൈ ഡസ് ഇറ്റ് ഹാപ്പൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? വെൻ ദ ബോട്ടിൽ ഈസ് ഡിപ്ഡ് ഇൻ വാട്ടർ, വാട്ടർ എൻറ്റേഴ്സ് ദ ബോട്ടിൽ ആൻഡ് പുഷസ് ദ എയർ ഇൻസൈഡ് ഔട്ട്. This air comes out through the whistle and produces sound. So the sound is heard because moving air makes sound. മക്കൾക്ക് മനസ്സിലായോ? വെള്ളത്തിലേക്ക് ഈ ബോട്ടിൽ മുക്കുമ്പോൾ ബോട്ടിലിനുള്ളിലേക്ക് വെള്ളം കയറുന്നു. അതുവരെ അവിടെ ഉണ്ടായിരുന്ന എയർ പുറത്തേക്ക് പോകുന്നു. എങ്ങനെ പുറത്തേക്ക് പോകുന്നു? ഏതുവഴി പുറത്തേക്ക് പോകുന്നു? വിസിലിലൂടെ പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സൗണ്ട് കേൾക്കുന്നത്? മൂവിങ് എയർ സൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്കത് കേൾക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ടേക്ക് 2 ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഓഫ് ദ സെയിം സൈസ്. ഫിക്സ് എ ബലൂൺ ഓൺ ദ മൗത്ത് ഓഫ് ഈച്ച് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. Make a small hole on the side of one of the bottles. Then try blowing air into the balloon inside each bottle. What difference do you notice and why? ഒരേ വലിപ്പമുള്ള സുതാര്യമായ 2 പ്ലാസ്റ്റിക് കുപ്പികൾ എടുക്കുക. അതിനുശേഷം ഈ 2 കുപ്പികളുടെയും വായ് ഭാഗത്ത് ഓരോ ബലൂണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെക്കുക. ഒരു കുപ്പിയുടെ വശത്തായിട്ട് ഒരു ദ്വാരമിടുക. 2 കുപ്പികളിലെയും ബലൂൺ വീർപ്പിച്ചും നോക്കണം. എന്ത് വ്യത്യാസമാണ് മക്കൾക്ക് കാണാൻ സാധിക്കുന്നത്, എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് ആദ്യം എഴുതാം. ഇൻ ദ ബോട്ടിൽ വിത്തൗട്ട് എ ഹോൾ ദ ബലൂൺ ഡസ് നോട്ട് ഇൻഫ്ലേറ്റ് ഈസിലി. ഇൻ ദ ബോട്ടിൽ വിത്ത് എ ഹോൾ ദ ബലൂൺ ഇൻഫ്ലേറ്റ്സ് ഈസിലി. മനസ്സിലായല്ലോ? ഹോൾ ഇല്ലാത്ത ബോട്ടിലിൽ വെച്ച ബലൂണ് വീർപ്പിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. എന്നാൽ ഹോൾ ഉള്ള ബോട്ടിലിൽ വെച്ച ബലൂണ് വീർപ്പിക്കാനോ ഈസി ആയിരുന്നു. വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കൂടി എഴുതാം. ഇൻ ദ ബോട്ടിൽ വിത്തൗട്ട് എ ഹോൾ എയർ ഇൻസൈഡ് ഹാസ് നോ സ്പേസ് ടു എസ്കേപ്പ്, സോ ദ ബലൂൺ cannot expand. In the bottle with a hole, air escapes through the hole, allowing the balloon to inflate. അതായത് ഹോൾ ഇല്ലാത്ത ബോട്ടിലുള്ള എയറിന് പുറത്തേക്ക് പോകാൻ ഏതെങ്കിലും ഒരു വഴിയുണ്ടോ? ഇല്ല. ദർ ഇസ് നോ സ്പേസ് ടു എസ്കേപ്പ്. അതുകൊണ്ട് തന്നെ ബലൂണ് എക്സ്പാൻഡ് ആവുന്നതും ഇല്ല. പക്ഷേ ഹോൾ ഉള്ള ബോട്ടിലെ എയറിന് പുറത്തേക്ക് പോകാൻ വഴിയുണ്ട്. ആ ഹോളിലൂടെ ഇതിന് പുറത്തേക്ക് കടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹോൾ ഉള്ള ബോട്ടിലിൽ വെച്ച ബലൂണ് ഈസി ആയിട്ട് നമുക്ക് വീർപ്പിക്കാൻ സാധിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിച്ചത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ, ഞാൻ റിപ്ലൈ തരാം. ബൈ ഫോർ നൗ ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.